കുടുംബങ്ങൾക്കകത്ത് ପରିବାରମାନଙ୍କ ମଧ୍ୟରେ ഒരു സമാധാനവുമില്ലാതെ ଶାନ୍ତି ନଥାଏ, നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ ദൈവം കാണുകയാണ്. ନିରାଶ ହୋଇଥିବା ପରିବାରମାନଙ୍କୁ ପ୍ରଭୁ ଦେଖୁଛନ୍ତି. നിന്റെ മാനസിക പിരിമുറുക്കം കർത്താവ് അറിയുന്നു. ଆପଣଙ୍କର ମାନସିକ ପରିସ୍ଥିତି ପ୍ରଭୁ നീ ଜାଣନ୍ତି. അനേക വാതിലുകളിൽ പോയി മുട്ടിയിട്ട് നിനക്ക് ഒരു വിധത്തിലും ഒരു വ്യത്യാസം അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ଆପଣ ଅନେକ ପଥରେ ଗଲେ ସେଠି କିଛି କୌଣସି ପଥ ଆପଣଙ୍କୁ ସୁବିଧା ଦେଲା ନାହିଁ, യേശു നിന്നെ അറിയുന്നു. କିନ୍ତୁ ଯୀଶୁ ଆପଣଙ୍କୁ ଜାଣନ୍ତି. കർത്താവ് നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ପ୍ରଭୁ ଆପଣଙ୍କର ପରିସ୍ଥିତିରେ ଗୋଟେ ପରିବର୍ତ୍ତନ ଆଣିବା ପାଇଁ ପ୍ରସ୍ତୁତ. നിന്റെ മേൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം ദൈവം തിരിച്ചു തരാൻ പോകുന്നു. ଆପଣଙ୍କର ନଷ୍ଟ ହେଇଯାଇଥିବା ପରିବାର ଭିତରେ ସେ ଶାନ୍ତିକୁ ପ୍ରଭୁ ଦେବାକୁ ଯାଉଛନ୍ତି. പലപ്പോഴും പിശാച് നിന്നെ മരണത്തിലേക്ക് വിളിക്കപ്പെടുമ്പോഴും വിട്ടുകൊടുക്കാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു യേശു ഇവിടെ ഉണ്ട്. ଆଉ ମରଣକୁ ଡାକୁଥିବା ଶତ୍ରୁର ପଦ୍ଧତି ମଧ୍ୟରେ ପ୍ରଭୁ ଆପଣଙ୍କୁ ଜୀବନକୁ ଆଣୁଅଛନ୍ତି. യേശു നിന്നെ സ്നേഹിക്കുന്നു. ପ୍ରଭୁ ଯୀଶୁ ଆପଣଙ୍କୁ ପ୍ରେମ କରନ୍ତି. ആ കർത്താവിന്റെ സന്നിധിയിൽ ഫലമേൽപ്പിക്കുക. ଆଉ ସେ ପ୍ରଭୁଙ୍କ ହସ୍ତରେ ଯୋଗ ସମର୍ପଣ କରନ୍ତୁ. ദൈവ മഹിമ ഇവിടെ ഉണ്ട്. ପ୍ରଭୁଙ୍କର ମହିମା ଏ ସ୍ଥାନରେ ଅଛି. ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟ ଏ ସ୍ଥାନରେ ଅଛି. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ଯେଉଁମାନେ ଆନନ୍ଦିତ ଅଟନ୍ତି ସେମାନେ କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରନ୍ତୁ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. ଆଉ ଏ ଅନୁଗ୍ରହ ଯୁକ୍ତ ଆଶୀର୍ବାଦ ଯୁକ୍ତ ഇന്ന് രാത്രി സമയത്ത് യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്വാഗതം ചെയ്യാം. ଯେଉଁମାନେ ବିଶ୍ୱାସ କରନ୍ତି ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟ ଏଠାରେ ଅଛି, କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ഇന്ന് രാത്രിയിൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ അടിച്ച് യേശുവിനെ സ്വാഗതം ചെയ്താട്ടെ. ଅଦ୍ଭୁତ କାର୍ଯ୍ୟ ହବ ବୋଲି ବିଶ୍ୱାସ କରୁന്ന ଲୋକମାନେ କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ഈ କରିବେ. രാത്രി സമയം എന്റെ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റം ദൈവം നൽകുമെന്ന് വിശ്വസിക്കുന്നവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ଆଜି ରାତ୍ରରେ ପ୍ରଭୁ ମୋ ଜୀବନରେ ଅନେକ ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ କରିବେ ବୋଲି ବିଶ୍ୱାସ କରୁന്ന ଲୋକମାନେ କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରନ୍ତୁ. ഇന്ന് രാത്രിയിൽ അവന്റെ തേജസ് ഈ ഗ്രൗണ്ടിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ପ୍ରଭୁଙ୍କର ତେଜସ ଏ ସ୍ଥାନରେ ମହିମା ଏ ସ୍ଥାନରେ ଅଛି ବୋଲି ବିଶ୍ୱାସ വാസ്തവമായിട്ട് അവന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ଆଉ ଏଠାରେ ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟ ଆସିଅଛି. രാത്രി കർത്താവ് നമുക്ക് വേണ്ടി വലുത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ରାତ୍ରରେ ପ୍ରଭୁ ବଡ଼ କାର୍ଯ୍ୟ କରିବାକୁ ഇന്ന് ଯାଉଅଛନ୍ତି. രാത്രി വിശ്വസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ବିଶ୍ୱାସ କରୁന്ന ଲୋକମାନଙ୍କ ଜୀବନରେ ପ୍ରଭୁ രാത്രി ദൈവാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകരുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ଆଜି ରାତ୍ରରେ ପ୍ରଭୁଙ୍କର ଆତ୍ମା ଆପଣଙ୍କ ଜୀବନରେ କାର୍ଯ୍ୟ କରିବେ. ഇന്ന് രാത്രിയിൽ വലിയ പ്രതീക്ഷയോടെ വന്നവർക്ക് വലിയ അനുഗ്രഹം ദൈവം നൽകാം. ଆପଣମାନେ ଅପେକ୍ଷାରେ ରୁହନ୍ତୁ, ପ୍ରଭୁ ବଡ଼ କାର୍ଯ୍ୟ କରିବେ. ഈ രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാവോ? ଆଜି ରାତ୍ରରେ ଆମେ ପ୍ରାର୍ଥନା କରିବା. കർത്താവേ എന്നെ വിടുവിക്കണമേ. ପ୍ରଭୁ ମୋତେ ଉଦ୍ଧାର କର. എന്റെ സ്ഥിതിഗതികൾക്ക് ഒരു മാറ്റം വരുത്തണമേ. ମୋର ଅବସ୍ଥାରେ ଗୋଟେ ପରିବର୍ତ୍ତନ ଆଣ. എന്റെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരുത്തണമേ. ମୋର ଅବସ୍ଥାରେ ଗୋଟେ ପରିବର୍ତ୍ତନ ଆଣ. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ଆଜି ରାତ୍ରରେ ପବିତ୍ର ଆତ୍ମାଙ୍କର ସାନ୍ନିଧ୍ୟ ଆମ ମଧ୍ୟରେ ଅଛି. വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്യാം. ଆପଣ ଯଦି ବିଶ୍ୱାସ କରିବେ ପବିତ୍ର ଆତ୍ମା ଆପଣଙ୍କ ପାଇଁ ଅଦ୍ଭୁତ କାର୍ଯ୍ୟ କରିବେ. നിങ്ങളുടേതായിട്ടുള്ള സകല ദോഷങ്ങളിൽ നിന്ന് ശാപത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിടുവിക്കാം. ଆପଣଙ୍କର ଶ୍ରାପ ଗୁଡ଼ିକରୁ ଉଦ୍ଧାର କରିବା ପାଇଁ ପବିତ୍ର ଆତ୍ମା ସକ୍ଷମ. യേശുപ്പാ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. ହେ ପ୍ରଭୁ ମୋତେ ତୁମର ସାନ୍ନିଧ୍ୟ ଦରକାର. എനിക്ക് അവിടുത്തെ സൗഖ്യം വേണം. ମୋତେ ତୁମର ସୁସ୍ଥତା ଦରକାର. എനിക്ക് അങ്ങയുടെ അത്ഭുതം വേണം. ଆପଣଙ୍କର ଅଦ୍ଭୁତ ଦରକାର. വർഷങ്ങളായി നിങ്ങൾ മാനസികമായി തകർന്നു നിൽക്കുന്നവരായിരിക്കാം. ଆପଣ ମାନସିକ ଭାବରେ ଶାରୀରିକ ଭାବରେ ରୋଗୀ ହେଇଥାଇ ପାରନ୍ତି. നിങ്ങൾ ശാരീരികമായി തകർന്നു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ଆପଣଙ୍କ ଶାରୀରିକ ଅବସ୍ଥା ନଷ୍ଟ ହେଇଥାଇପାରେ. പരിശുദ്ധാത്മാവ് വലുത് ചെയ്യാം. ପବିତ୍ର ଆତ୍ମା ଅଦ୍ଭୁତ କରିବେ. ഇന്ന് രാത്രി തേജസ് ഇവിടെ ഉണ്ട്. ଆଉ ଯୋଉ ଗୋଟେ ପରାଜିତ ଯୀଶୁ ନୁହନ୍ତି. ആ രണ്ട് കരങ്ങളെ അടിച്ച് യേശുവിനെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କର. ഇന്ന് രാത്രിയിൽ അവന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കപ്പെടുകയാണ്. ଆଜି ରାତ୍ର ସମୟରେ ପରମେଶ୍ୱରଙ୍କର ആ ସାନ୍ନିଧ୍ୟ ସ୍ଥାନରେ ଅଛି. സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ସେଇ ସାନ୍ନିଧ୍ୟ ଆପଣମାନେ ଆଗ୍ରହ യേശു କରୁଛନ୍ତି. നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ଯୀଶୁ ଆପଣଙ୍କୁ ଛୁଇଁବାକୁ ଚାହାନ୍ତି. ദൈവത്തിന്റെ മഹിമ ഇവിടെ വ്യാപരിക്കും. ତାଙ୍କର ମହିମା ଏଠାରେ ପ୍ରବାହିତ ହେବାକୁ ଯାଉଛି. കർത്താവ് നിങ്ങളെ ചിലരെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. କେତେକ ବ୍ୟକ୍ତିମାନଙ୍କୁ ସ୍ପର୍ଶ କରିବାକୁ ଯାଉଛନ୍ତି. കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ଆପଣଙ୍କୁ ଅଭିଷିକ୍ତ କରିବାକୁ ଚାହାନ୍ତି. കർത്താവ് നിങ്ങളെ ആത്മീകമായി ഒരു പടി കൂടെ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ଆପଣଙ୍କୁ ଆତ୍ମିକ ଭାବରେ ଅନୁଗ୍ରହ କରିବାକୁ ଯାଉଛନ୍ତି. ആരൊക്കെയോ യേശുവിന്റെ ശക്തിക്ക് വേണ്ടി കാംക്ഷിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ଆଉ କେତେକ ଆତ୍ମିକ ଲୋକମାନେ ଆତ୍ମାଙ୍କୁ ପାଇବା ପାଇଁ ଏଠାରେ ഇന്ന് ଆଗ୍ରହ രാത്രി କରୁଛନ୍ତି. കർത്താവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ପ୍ରଭୁ ଆପଣଙ୍କୁ ଛୁଇଁବାକୁ ଚାହାନ୍ତି. ആ കർത്താവിന്റെ സ്പർശനം ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വലത്തെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചാലോ. ଯେଉଁମାନେ ପ୍ରଭୁଙ୍କର ସ୍ପର୍ଶ ଚାହୁଁଛନ୍ତି ହାତକୁ ବଡ଼ ଉଚ୍ଚକୁ ଉଠାନ୍ତୁ. യേശുവിന്റെ സ്പർശനം ആഗ്രഹിക്കുന്നവർ ഒന്ന് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ଯୀଶୁଙ୍କ ସ୍ପର୍ଶ ଚାହୁଁଥିବା ବ୍ୟକ୍ତିମାନେ ହାତ ଉଠାନ୍ତୁ. ആ കൈ ഉയർത്തിപ്പിടിച്ചവരെല്ലാവരും ദയവായിട്ട് അല്പം കൂടെ ഒന്ന് മുമ്പിലേക്ക് വന്നാട്ടെ. ଯେଉଁମାନେ ହାତ ଉଠେଇଛନ୍ତି ଟିକେ ଆଗକୁ ଆସନ୍ତୁ. ദൈവത്തിന്റെ വലിയ സ്പർശനം ഇവിടെ വ്യാപരിക്കാൻ പോവുകയാണ്. ପ୍ରଭୁଙ୍କ ଶକ୍ତି ଏଠି ପ୍ରବାହିତ ହେବାକୁ ଯାଉଅଛି. ദൈവത്തിന്റെ വലിയ സ്പർശനം ഇവിടെ വ്യാപരിക്കാൻ പോവുകയാണ്. ପ୍ରଭୁଙ୍କର ବଡ଼ ଶକ୍ତି ଏଠି ପ୍ରବାହିତ ହେବାକୁ ଯାଉଅଛି. ബത്സയിലെ കുരുടനെ യേശു ആദ്യം തൊട്ടപ്പോൾ സൗഖ്യം പൂർണ്ണമായില്ല. ଆଉ ଯେତେବେଳେ ସେଠି
ବ୍ୟକ୍ତିକୁ ସୁସ୍ଥ କଲେ ସେ ବ୍ୟକ୍ତି ପ୍ରଥମେ ସୁସ୍ଥ അവൻ ହେଲେ। മനുഷ്യരെയൊക്കെ മരങ്ങളെ പോലെയാണ് കണ്ടത്. ସେ ବ୍ୟକ୍ତିଟି ପ୍ରଥମରେ ମନୁଷ୍ୟମାନଙ୍କୁ ଗଛ ପରି ହଲିବାର ଦେଖିଲା। പക്ഷെ അവൻ തിരിഞ്ഞോടിയില്ല. കർത്താവേ, ഞാൻ മനുഷ്യനെ മരങ്ങൾ പോലെയാണ് കാണുന്നത്, എന്നെ ഒരിക്കൽ കൂടി തൊടണമേ. ଆଉ ସେ କହିଲା ପ୍ରଭୁ ମୁଁ ମନୁଷ୍ୟମାନଙ୍କୁ ଗଛ ପରି ଦୋହଲିବା ଦେଖୁଅଛି। യേശു രണ്ടാം പ്രാവശ്യം അവനെ തൊട്ടു. ଆଉ ଦ୍ୱିତୀୟ ଥର ସେ ଅନ୍ଧକୁ ଯୀଶୁ ଛୁଇଁଲେ। അവൻ രണ്ടാം പ്രാവശ്യം തൊട്ടപ്പോൾ അവൻ മനുഷ്യനെ മരങ്ങൾ പോലെയല്ല, മനുഷ്യനെ മനുഷ്യനായി തന്നെ കണ്ടു. ଆଉ ଦ୍ୱିତୀୟ ଥର ଯେତେବେଳେ ପ୍ରଭୁ ତା ଉପରେ ଛୁଇଁଲେ ସେ ମନୁଷ୍ୟମାନଙ୍କୁ ମନୁଷ୍ୟ ପରି ଦେଖିଲା। ഇന്നലത്തെ സ്പർശനം കൊണ്ട് തൃപ്തിപ്പെടരുത്. ଆଉ କାଲିକା ସ୍ପର୍ଶ ପାଇଥିବା ବ୍ୟକ୍ତି ପରି ନୁହେଁ। കഴിഞ്ഞ നാളുകളിലെ സ്പർശനം കൊണ്ട് ആരും തൃപ്തിപ്പെടരുത്. ବିଗତ ଦିନର ସ୍ପର୍ଶ ଦ୍ୱାରା କେହି ଲଜ୍ଜିତ ହୁଅନ୍ତୁ ନାହିଁ। നിങ്ങൾ നടന്നു വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ തുടങ്ങിയിരിക്കുകയാണ്. ଆସୁଥିଲେ ସେତେବେଳେ ପବିତ୍ର ଆତ୍ମା ଆପଣଙ୍କୁ ଛୁଇଁବାକୁ നിങ്ങൾ മുൻപിൽ വന്നപ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചോ? ଆପଣ ପାଖକୁ ଆସିଲା ବେଳେ ପବିତ୍ର ଆତ୍ମା ଆପଣଙ୍କୁ ଛୁଉଁଥିଲେ। കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചതിനേക്കാളുമുള്ള സെക്കൻഡ് ടച്ച് നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോവുകയാണ്. ପରମେଶ୍ୱରଙ୍କର ସାନ୍ନିଧ୍ୟ ଆପଣଙ୍କ പിടിച്ചോ. ଉପରେ କାର୍ଯ୍ୟ କରୁଅଛି। സെക്കൻഡ് ടച്ച് ഇവിടെ സംഭവിക്കുകയാണ്. ଆଉ ପରମେଶ୍ୱରଙ୍କ ସାନ୍ନିଧ୍ୟ ଏଠି ଆସୁଅଛି। പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. ପବିତ୍ର ଆତ୍ମା ଆପଣଙ୍କୁ ଛୁଉଁଛନ୍ତି। അന്യഭാഷ അഭിഷേകത്താൽ അടയാളത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കുന്നു. ଭାଷା ଅଭିଷେକର ସହିତ ପ୍ରଭୁ ଆପଣଙ୍କୁ സ്വർഗം ଛୁଉଁଛନ୍ତି। നിങ്ങളുടെ മേൽ തുറന്നിരിക്കുകയാണ്. ପ୍ରଭୁ ଆପଣଙ୍କ ପାଇଁ ଖୋଲୁଅଛି। ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുന്നു. ଆଉ ପରମେଶ୍ୱରଙ୍କର ଅଭିଷେକର ଶକ୍ତି കേരളത്തിൽ നിന്ന് വന്ന സഹോദരന്മാരെ ഒറീസയിൽ വെച്ച് ദൈവം പുതിയതായിട്ട് ഇതിനെ തൊടാൻ പോവുകയാണ്. ଓଡ଼ିଶାରେ ଭାଇମାନେ ଆପଣଙ୍କ ଜୀବନରେ ପ୍ରଭୁ କାର୍ଯ୍ୟ ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ପର୍ଯ୍ୟନ୍ତ ଅନୁଭବ ନ କରିଥିବା ଶକ୍ତି ଆପଣଙ୍କ ଉପରେ ഇന്ന് ଆସୁଅଛି। പകൽ സമയത്തിൽ രണ്ട് കരങ്ങളെ അടിച്ച ശക്തി ഒന്ന് സ്വീകരിച്ചാലോ? ଦୁଇ ହାତ କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ସ୍ୱୀକାର କରନ୍ତୁ। രണ്ട് കരങ്ങളെ അടിച്ച് സ്വീകരിച്ചെടുത്താലോ? କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ସୁସ୍ଥ ଗ୍ରହଣ କରନ୍ତୁ। അവൻ ദൈവ ശക്തി ഇറങ്ങുകയാണ്. ପରମେଶ୍ୱରଙ୍କ ଶକ୍ତି ସେଇ ପ୍ରକାର। ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങുകയാണ്. ପରମେଶ୍ୱରଙ୍କ ଅଭିଷେକ ଆସୁଅଛି। രോഗബന്ധനങ്ങൾ അടിഞ്ഞു മാറുകയാണ്. ରୋଗ ବନ୍ଧନ ଛିଣ୍ଡି ଯାଉଅଛି। പൈശാചിക ശക്തികൾ അടിഞ്ഞു മാറുകയാണ്. ଶୈତାନର ଶକ୍ତି ଛିଣ୍ଡି ଯାଉଅଛି। ദുരാത്മാവിന്റെ ശക്തികൾ തകർന്നു മാറുകയാണ്. ଆମର ଶକ୍ତି ଛିଣ୍ଡିକି ଯାଉଅଛି। യേശുവിന്റെ സാന്നിധ്യം പകരുകയാണ്. ପରମେଶ୍ୱରଙ୍କ ସାନ୍ନିଧ୍ୟ ପ୍ରକାଶ। യേശുവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ଈଶ୍ୱରଙ୍କ ଶକ୍ତି ପ୍ରକାଶ ହେଉଅଛି। മന്ത്രവാദ ശക്തികൾ അടിഞ്ഞു മാറുന്നു. ପରମେଶ୍ୱରଙ୍କର ଶକ୍ତି ପ୍ରକାଶ ହେଉଅଛି। ക്ഷുദ്രബന്ധനങ്ങൾ അടിഞ്ഞു മാറുന്നു. ଗାଡ଼ିର ଶକ୍ତି ଭାଙ୍ଗି ଯାଅ। രോഗശക്തികൾ അടിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ ଶକ୍ତି ଭାଙ୍ଗି ଯାଅ। ഉയരത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ଈଶ୍ୱର ଶକ୍ତି ଆସ। ഇപ്പോൾ ଏବେ ഇപ്പോൾ 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 സ്വീകരിക്കുക 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 സ്വീകരിക്കുക. റബബബബ ശബ്ദല റബല റഗലബ ശബ്ദല വൈഡഗ റബ ശബ്ദല ബറബല ബൗഡിഗരഗ രാജനം സൽബൗനെ റസഖബന സദ ചര ചര ബറബല റസിഖന ബലബല റസഖന രാജ 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 രാജ. ഹേയ് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ദൈവാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. Receive it, receive it, receive it. Fire, 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 fire. റാസിഖാറ്റന ജലം ജല. ദൈവ സാന്നിധ്യത്താൽ മന്ത്രശക്തികൾ അടിയട്ടെ. ശുദ്രബന്ധനങ്ങൾ അടിയട്ടെ. ശൈത്താന്റെ ശക്തികൾ അടിയട്ടെ. പൈശാചിക ശക്തികൾ അടിയട്ടെ. ദുരാത്മാവിന്റെ ശക്തികൾ തകർന്നു. ഇപ്പോൾ 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 റുബാന ശബല റാസിഖാബന ജര ജര ജര. Yes, 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 yes. Yes, 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 yes. ആത്മാവിന്റെ ശക്തി, ദൈവാത്മാവിന്റെ പകർച്ച സംഭവിക്കുന്ന സമയം, ആത്മാക്കളുടെ ക്രിയ, ദൈവത്തിന്റെ അഭിഷേകം സംഭവിക്കുന്ന സമയം. ഈ ഗുണത്തിന്റെ യൗവനക്കാരെ ദൈവ അടുത്ത തലമുറക്കാരെ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം ഇവരെ വേർതിരിക്കുകയാണ്. ഒറീസയുടെ ഉണർവിന് വേണ്ടി ദൈവം ഈ കൂട്ടത്തിൽ ചിലതിനെ വേർതിരിക്കുന്നതാണ്. ചില മന്ത്രശക്തികളെ ക്ഷുദ്രമന്ത്രങ്ങളെ അഴിക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം ഇവിടെ വ്യാപരിക്കുകയാണ്. നിങ്ങൾ ഇനി ഒരു സാധാരണ വ്യക്തിയല്ല, നിങ്ങളിലേക്ക് ഒരു അസാധാരണത്വം വ്യാപരിക്കുന്നു. ഒരു സ്പർശനം കിട്ടിയിട്ട് ശരിയാകാത്തവരുടെ മേൽ രണ്ടാമത്തെ സ്പർശനം വ്യാപരിക്കുകയാണ്. ഈ രണ്ടാമത്തെ രാത്രി ഇതിന്റെ വിടുതലിന്റെ രാത്രിയാണ്. ഈ രണ്ടാം
രണ്ടാമത്തെ രാത്രി നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്ത രാത്രിയാണ്. ଆଜି ଅଦ୍ଭୁତ କାର୍ଯ୍ୟ କରିବା ରାତ୍ରି ଅଟେ। ഈ രണ്ടാമത്തെ രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ଦ୍ୱିତୀୟ ରାତ୍ରିରେ ପ୍ରଭୁଙ୍କର ଅଦ୍ଭୁତ ଶକ୍ତି ପ୍ରବାହିତ, ഒരു തീ കൊണ്ടുള്ള ഒരു അഭിഷേകം സംഭവിക്കാൻ പോകുകയാണ്. തീ കൊണ്ടുള്ള ഒരു അഭിഷേകം, തീ കൊണ്ടുള്ള ഒരു അഭിഷേകം. നിങ്ങളുടെ കാലുകൾ നിലത്ത് നിൽക്കത്തില്ല. കാലുകളിലൂടെ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങുന്നു. ଗୋଡ଼ଗୁଡ଼ିକରେ ହାଲେଲୁୟା ଅଗ୍ନି, പിടിച്ചെടുത്തോ, ହାଲେଲୁୟା, പിടിച്ചെടുത്തോ, 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 പിടിച്ചെടുത്തോ. അഗ്നിയാലുള്ള ഒരു അഭിഷേകം, ଅଗ୍ନିର ଅଭିଷେକ, അഗ്നിയാലുള്ള അഭിഷേകം. ଅଗ୍ନିର ଅଭିଷେକ। കുടുംബങ്ങൾക്കകത്ത് ପରିବାରମାନଙ୍କ ମଧ୍ୟରେ ഒരു സമാധാനവുമില്ലാതെ ଶାନ୍ତି ନଥାଏ, നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ ദൈവം കാണുകയാണ്. ନିରାଶ ହୋଇଥିବା ପରିବାରମାନଙ୍କୁ ପ୍ରଭୁ ଦେଖୁଛନ୍ତି। നിന്റെ മാനസിക പിരിമുറുക്കം കർത്താവ് അറിയുന്നു. ଆପଣଙ୍କର ମାନସିକ ପରିସ୍ଥିତି ପ୍ରଭୁ നീ ଜାଣନ୍ତି। അനേക വാതിലുകളിൽ പോയി മുട്ടിയിട്ട് നിനക്ക് ഒരു വിധത്തിലും ഒരു വ്യത്യാസം അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ଆପଣ ଅନେକ ପଥରେ ଗଲେ ସେଠି କିଛି କୌଣସି ପଥ ଆପଣଙ୍କୁ ସୁବିଧା ଦେଲା ନାହିଁ, യേശു നിന്നെ അറിയുന്നു. କିନ୍ତୁ ଯୀଶୁ ଆପଣଙ୍କୁ ଜାଣନ୍ତି। കർത്താവ് നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ପ୍ରଭୁ ଆପଣଙ୍କର ପରିସ୍ଥିତିରେ ଗୋଟେ ପରିବର୍ତ୍ତନ ଆଣିବା ପାଇଁ ପ୍ରସ୍ତୁତ। നിന്റെ മേൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം ദൈവം തിരിച്ചു തരാൻ പോകുന്നു. ଆପଣଙ୍କର ନଷ୍ଟ ହେଇଯାଇଥିବା ପରିବାର ଭିତରେ ସେ ଶାନ୍ତିକୁ ପ୍ରଭୁ ଦେବାକୁ ଯାଉଅଛନ୍ତି। പലപ്പോഴും പിശാച് നിന്നെ മരണത്തിലേക്ക് വിളിക്കപ്പെടുമ്പോഴും വിട്ടുകൊടുക്കാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു യേശു ഇവിടെ ഉണ്ട്. ଆଉ ମରଣକୁ ଡାକୁଥିବା ଶତ୍ରୁର ପଦ୍ଧତି ମଧ୍ୟରେ ପ୍ରଭୁ ଆପଣଙ୍କୁ ଜୀବନକୁ ଆଣୁଅଛନ୍ତି। യേശു നിന്നെ സ്നേഹിക്കുന്നു. ପ୍ରଭୁ ଯୀଶୁ ଆପଣଙ୍କୁ ପ୍ରେମ କରନ୍ତି। ആ കർത്താവിന്റെ സന്നിധിയിൽ ଫരമേൽപ്പിക്കുക. ଆଉ ସେ ପ୍ରଭୁଙ୍କ ହସ୍ତରେ ଯୋଗ ସମର୍ପଣ କରନ୍ତୁ। ദൈവ മഹിമ ഇവിടെ ഉണ്ട്. ପ୍ରଭୁଙ୍କର ମହିମା ଏ ସ୍ଥାନରେ ଅଛି। ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟ ଏ ସ୍ଥାନରେ ଅଛି। വലത്തെ കാൽമുട്ട അസഹനീയമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ଆଉ ଦକ୍ଷିଣ ପାଦ ଆଣ୍ଠୁରେ ଗୋଟେ ବଡ କ୍ଲେଶ ସହ୍ୟ କରୁଥିବା କଷ୍ଟ ଅନୁଭବ କରୁଥିବା ଗୋଟେ ବ୍ୟକ୍ତିଙ୍କୁ ପ୍ରଭୁ ମୋତେ ଦେଖାଉଛନ୍ତି। ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് നിന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്. ଅପରେସନ କରିବା ଦରକାର ନାହିଁ, ପ୍ରଭୁ ଆଜି ଆପଣଙ୍କୁ ସୁସ୍ଥ କରୁଛନ୍ତି। യേശു നിന്നെ സൗഖ്യമാക്കാനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ପ୍ରଭୁ ଆପଣଙ୍କର ଏ ଆଣ୍ଠୁର ରୋଗ ସୁସ୍ଥ କରୁଛନ୍ତି। ഇന്ന് രാത്രിയിൽ അവൻ അത്ഭുതങ്ങളെ നിങ്ങൾക്കായി ചെയ്യും. ଆଜି ରାତ୍ରରେ ଅଦ୍ଭୁତ କାର୍ଯ୍ୟ ସବୁ ପ୍ରଭୁ କରିବେ ଆପଣଙ୍କ ପାଇଁ। നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ଆସନ୍ତୁ ପ୍ରାର୍ଥନା କରିବା। ഞങ്ങൾ അധികമായി സ്നേഹിക്കും പരിപാലിക്കും നല്ല ദൈവമേ, ଆମକୁ ପ୍ରେମ କରୁଥିବା ପ୍ରିୟ ପ୍ରଭୁ ଯୀଶୁ ରାଜା, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ପ୍ରଭୁ ଏ ଅନୁଗ୍ରହ ଯୁକ୍ତ ଦିନ ନିମନ୍ତେ ପ୍ରଭୁ ଆପଣଙ୍କୁ ଧନ୍ୟବାଦ। അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. ପ୍ରଭୁ ଆପଣଙ୍କର ସାନ୍ନିଧ୍ୟ ନିମନ୍ତେ ଧନ୍ୟବାଦ। അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. ପ୍ରଭୁ ଆପଣଙ୍କର ବଳ ନିମନ୍ତେ ଧନ୍ୟବାଦ। അവിടുത്തെ അനുഗ്രഹത്തിനായി സ്തോത്രം. ଆପଣଙ୍କର ଅନୁଗ୍ରହ ନିମନ୍ତେ ଧନ୍ୟବାଦ। എല്ലാ മഹത്വവും ബഹുമാനവും അവിടുത്തെ കൽപ്പിക്കുന്നു. ପ୍ରଭୁ ଆଉ ସମସ୍ତ ମହିମା ଗୌରବ ଆପଣଙ୍କୁ ଦଉଛୁ। ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങൾ ശ്രദ്ധിക്കട്ടെ. ପ୍ରଭୁ ଆପଣ ଆପଣଙ୍କ ବାକ୍ୟ ଆମ ସହିତ କଥା କହୁ യേശുവിൻ നാമത്തിൽ ଯୀଶୁଙ୍କ ନାମରେ ആമേൻ. ଆମେନ୍। അതാത് സ്ഥാനത്തിലേക്ക് നമുക്കിരിക്കാം. ଆଉ ନିଜ ନିଜ ସ୍ଥାନରେ ଆମେ ଯାଇ ବସିବା। വിശുദ്ധ മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം ମାର୍କ ଲିଖିତ ସୁସମାଚାର ତାର 8 ଅଧ୍ୟାୟ 22-ാമത്തെ വാക്യം. അവൻ ബത്സയിദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ସେଠି ଗୋଟେ ଅନ୍ଧ ବ୍ୟକ୍ତି ତାଙ୍କ ନିକଟକୁ ଅଣାଗଲା। അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. ଆଉ ତାଙ୍କୁ ଛୁଅ ବୋଲି ସେମାନେ ଆଗ୍ରହ କଲେ। അതിന്റെ 25-ാമത്തെ വാക്യം. ତାର 25 ପଦ। പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ ତାହାପରେ ଯୀଶୁ ପୁଣି ତାହାର ଆଖିରେ ହାତ അവൻ ଦେଲେ। സൗഖ്യം പ്രാപിച്ചു. ସେଥିରେ ସେ ସୁଷ୍ଟ ରୂପେ ଦେଖିଲା। മിഴിച്ചു നോക്കി ସୁଷ୍ଟ ହୋଇ ଏକ ଦୃଷ୍ଟିରେ ସମସ୍ତ ବିଷୟକୁ ଚାହିଁଲା। എല്ലാം ସ୍പഷ്ടമായി കണ്ടു. ତାହା ସବୁ ଚାହିଁବାକୁ ଲାଗିଲା। നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് ପରେ ଯୀଶୁ ତାହାକୁ ତାର ଘରକୁ ପଠାଇ ଦେଇ അവൻ କହିଲେ, പറഞ്ഞു. അവനെ വീട്ടിലേക്ക് അയച്ചു. ଏ ଗାଁ ଭିତରକୁ ସୁଦ୍ଧା ଯାଅ ନାହିଁ। കർത്താവ് 3 കുരുടന്മാരെ സൗഖ്യമാക്കിയതായിട്ട് മർക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ମାର୍କ ଲିଖିତ ସୁସମାଚାରରେ 3 ପ୍ରକାରର ଅନ୍ଧମାନଙ୍କୁ ପ୍ରଭୁ ସୁସ୍ଥ କରୁଥିବା ଆମେ ଦେଖିଛୁ। യെരിഹോവിൽ ഒരു കുരുടൻ ഉണ്ടായിരുന്നു. ଜିରିହ ନଗରରେ ଗୋଟେ ଅନ୍ଧ ଥିଲେ। അവനെ യേശു സൗഖ്യമാക്കി. ତାକୁ ଯୀଶୁ ସୁସ୍ଥ କଲେ। തിമായിയുടെ മകനായ ബർത്തിമായി എന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി. ତିମିୟର ପୁତ୍ର ବର୍ତ୍ତିମୟ ନାମକ ସେଇ ଅନ୍ଧକୁ ଯୀଶୁ ସୁସ୍ଥ କଲେ। പിറവിയിലെ കുരുടനായ ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കി. ଆଉ ଗୋଟେ ବ୍ୟକ୍ତିକୁ ମଧ୍ୟ ପ୍ରଭୁ ସୁସ୍ଥ କଲେ। ബത്സയിദയിലെ കുരുടനെയും ଆଉ സൗഖ്യമാക്കി. ଏଇଟାରେ ବେତ୍ସଇଦାରେ ସେ ବ୍ୟକ୍ତିକୁ ମଧ୍ୟ ପ୍ରଭୁ ସୁସ୍ଥ କଲେ। പിറവിയിലെ കുരുടനായവനെ ഒരു വാക്കുകൊണ്ട് യേശു കർത്താവ് സൗഖ്യമാക്കി. ଆଉ ଗୋଟେ ବ୍ୟକ୍ତିକୁ ତ ପ୍ରଭୁ ଗୋଟେ ବାକ୍ୟ ଦ୍ୱାରା ସୁସ୍ଥ କଲେ। ശിഷ്യന്മാർക്ക് വളരെയധികം സംശയമുണ്ടായിരുന്നു ഇവൻ കുരുടനായി പിറക്കാൻ കാരണമെന്ത് എന്നുള്ളതിനെ ସେଇ ବ୍ୟକ୍ତି ମାନେ ତାଙ୍କର ଶିଷ୍ୟମାନେ ଚିନ୍ତା କରୁଥିଲେ ଏଇ ବ୍ୟକ୍ତିଟି କାହିଁକି ଅନ୍ଧ ଜନ୍ମ ହେଇଥିଲା। യേശു പറഞ്ഞു ഇവൻ രോഗിയായത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ്. ଆଉ ପ୍ରଭୁ କହିଲେ ୟାର ରୋଗ ପରମେଶ୍ୱରଙ୍କର ମହିମା ନିମନ୍ତେ ଅଟେ। യേശു കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലരൊക്കെ രോഗികളാകും. ଆଉ ପ୍ରଭୁଙ୍କର କାର୍ଯ୍ୟ ନିମନ୍ତେ ମହିମା ନିମନ୍ତେ କେତେକ ବ୍ୟକ୍ତିମାନଙ୍କ ଜୀବନ ରୋଗ അവൻ ଆସିଥାଏ। പാപം ചെയ്തത് കൊണ്ടോ അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തത് കൊണ്ടോ അല്ല അവൻ കുരുടനായത്. ଆଉ ସେ ପାପ କରିଥିବାରୁ କିମ୍ବା ତାର ବାପା ମା ପାପ କରିଥିବାରୁ ନୁହେଁ। ക്രിസ്തുവിന് അത്ഭുത
അത്ഭുതം ചെയ്യാൻ ഒരു ശരീരം വേണമായിരുന്നു. आ प्रभु अद्भुत कार्य करिया गोटे शरीर दरकार थिला. അതുകൊണ്ട് അവൻ ജനിച്ചപ്പോഴേ കുരുടനായി അങ്ങ് ജനിച്ചു. आ सेति पई से जन्म हेबा समय एक अंध जन्म हितिला. കർത്താവിന് അവനൊരു കൃഷ്ണമണി ഉണ്ടാക്കി കൊടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. परमेश्वर तांकर आखि रे गोटे नुआ आखि दबा पई सक्षम थिले. അവൻ നിലത്തേക്കൊന്ന് തുപ്പി അവന്റെ കണ്ണിൽ ചേറ് പുരട്ടിയപ്പോൾ തന്നെ आओ से माटी रे छेप पकाई से माटी को तार आखि रे लेपिले. അവന് ഇല്ലാത്ത കണ്ണുണ്ടായി വന്നു. तार नथिबा आखि सेठी तैयारी हे गला. ജന്മന പ്രകാശിക്കുന്ന കണ്ണവൻ ഇല്ലായിരുന്നു. जन्मरो आखि नथिला तार. ജന്മന കൃഷ്ണമണി പ്രകാശിക്കത്തില്ലായിരുന്നു. आओ तार जन्मरो से अंध थिला. അത് ഈ ലോകത്തിലെ ഒരിക്കലും ഒരു വ്യക്തിക്ക് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. आओ ए जगतर कोनोसी व्यक्ति ताको ठीक करि पारि न थांता. പക്ഷേ അവൻ മെഡിക്കൽ സയൻസിന്റെ അടുക്കലല്ല ഓടിയെത്തിയത്. आओ से व्यक्ति मेडिकल पाकु गले नाही. അവൻ യേശുവിന്റെ അടുക്കൽ ഓടി വന്നു. से जिसुंक पाकु आसिले. യേശു കർത്താവ് അവന്റെ കണ്ണിൽ ചെളി പുരട്ടി വിട്ടു. आओ जिसु तांकर छेप पकाई तार कादुओ द्वारा से व्यक्ति रो आखि रे लगेले. ശീലോം കുളത്തിൽ ചെന്ന് കഴുകാൻ പറഞ്ഞു. सिलो नामक कुंडरे जाई धोई दियो बोली कइले. അവന്റെ ശരീരത്തിൽ ചെളി പുരട്ടിയപ്പോൾ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെട്ട് കാണും. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. आओ तार आखि रे तले प्रभु कादुओ करले सेतले ताकु भलो लागि पारे आपन को भलो लागि न पारे. ഞാൻ 2-3 പ്രാവശ്യം നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് ചിലർക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചു. आओ मु 2-3 थर आपनकर ऊपर आस्था रखि प्रार्थना करिया को इच्छा कली. പക്ഷേ ഞാനൊന്ന് സംശയിച്ചു. किंतु मु टिके संदेह कली. അഥവാ ആരെങ്കിലും നിലത്ത് വീഴുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ചെളി പറ്റുമല്ലോ. आओ तुमे तळे पडिले तो तुम कादुओ लागि जो तुम शरीर रे. നിങ്ങൾക്ക് തിരിച്ചു വീട് വരെ പോകാനുള്ള ഷേപ്പ് മാറിപ്പോകുമല്ലോ. आओ तुमे घर को जिबा बेले तुमरो शेप बदली जिवो. അതാണ് മനുഷ്യന്റെ ചിന്താഗതി. सेटा होची मनुष्यर चिंता गति. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ചെളി ആയാലും കുഴപ്പമില്ല. किंतु थे व्यक्ति संबंध रे कादुओ हेले भी चलिबो. എനിക്കൊരു സൗഖ്യം കിട്ടിയാ മതി. आओ कादुओ हो कि जा हो मते सुस्त ഇന്ന് രാത്രി നമുക്കും പറയാം, കർത്താവിന്റെ കാലിൽ ഇച്ചിരി ചെളി ആയാലും കുഴപ്പമില്ല, എനിക്ക് സൗഖ്യം കിട്ടിയാ മതി. आज रात रे आपण भी कोंतु प्रभु मोर गोड़े टिके महिला हेले चलिबो कादुओ हेले चलिबो मते सुस्तता दरकार. സന്തോഷത്തോടെ രണ്ട് കരങ്ങളെ അടിച്ചൊരിക്കൽ കൂടി സ്തോത്രം आनंदर പറ. सहित करताल दे प्रभु को धन्यवाद करंतु. കർത്താവിന്റെ രാത്രി ചെളി പുരട്ടി വിട്ടാൽ ഒരു കുഴപ്പമില്ല. प्रभु आज हमको कादुओ लगे कि पठेले भी किछि असुविधा नाही. അതൊരു വിടുതലിന്റെ ചെളിയായിരിക്കും. ताहा गुटे मुक्तिर कादुओ हबो. അതൊരു അത്ഭുതത്തിന് വേണ്ടിയുള്ള ചെളിയായിരിക്കും. ताहा एक अद्भुत कादुओ हबो. അതൊരു സൗഖ്യത്തിന് വേണ്ടിയുള്ള ചെളിയായിരിക്കും. सुस्ततार कादुओ हबो. ഇന്ന് രാത്രി പറയണം, ചെരുപ്പയിൽ മാത്രം ചെളിയായാ പോരെ, എന്റെ ശരീരത്തിലും ഇത്തിരി ചെളിയാകുന്നത് എനിക്കൊരു അനുഗ്രഹമായി തീരും. आओ केवल मोर जोतारे नुहे मात्र शरीर रे भी कादुओ हबा मो पई भलो. യേശു അവനെ കണ്ണ് സൃഷ്ടിച്ചു. आ प्रभु तार आखि को सृष्टि कले. അവനാ ചെളിയും പുരട്ടി ഈ സ്ഥലത്തിന്റെ പേരെന്താ, റാണിപ്പേട്ടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ आओ देखंतु से आखि रे से कादुओ लगे कि जदी रानी पेंटर रे എല്ലാവരും ചേർന്നിട്ട് തുറന്നു, ആരടാ നിന്റെ മുഖത്ത് ഇങ്ങനെ ചെളി പുരട്ടിയത്? केही लोक तांको पचारी बार किए रे तो मुखरे कादुओ लगेला. റാണിപ്പേട്ടയിലുള്ള ആൾക്കാരൊക്കെയും പൗഡറാണ് മുഖത്തിടാറുള്ളത്. रानी पेंटर लोक माने पाउडर मोहर लगांते. പക്ഷെ നിനക്കാരടാ ചെളി പൂശി വിട്ടിരിക്കുന്നത്? तुमको किए कादुओ लगे कि पठेला बोली അപ്പൊ पचारी നീ दाते. പറയും, ഞാൻ കൺവെൻഷന് പോയപ്പോ അവിടെ വെച്ച് യേശു കർത്താവ് എന്റെ മേൽ ചെളി പുരട്ടിയതാണ്. तबले आपण कहिबे मु कन्वेंशन रे गला बेले जिसु मोर कादुओ लगाई देले. അപ്പോൾ അവര് പറയും, നിനക്ക് വേറെ ഒരു ജോലിയുമില്ലയോ? ആമേൻ. അതിന് പക്ഷെ നീ പറയണ, അവൻ ചെളി പുരട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സൗഖ്യമുണ്ട്. आओ आपण को से माने कहबे तोर किछ काम धंधा नहीं कि तले आपण कहिबार अछि मते जदी जिसु कादुओ लगई छंती ताले मो पई गुडे सुस्तता छे. ഒരുപാട് നിന്ദയും പരിഹാസവും അവൻ അനുഭവിച്ചു കാണും. अनेक निंदा परिहास से अनुभव करितिबे. അവൻ ശീലോഹവും കുളം വരെയും പലരുടെയും ചോദ്യത്തിന് ഉത്തരമില്ലാതെ നടന്നു പോയി से കാണാം. सिलोहर कुंड पर्यंत अनेक प्रश्नवाची मध्य देई गति करितिबे. അവന്റെ മനസ്സിനകത്തിരുന്ന് പിശാച് പറഞ്ഞുമായിരിക്കും, ഇങ്ങേർക്ക് തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചു വിട്ടാ പോരെയോ, എന്നെ ചെളി പുരട്ടേണ്ട ആവശ്യമുണ്ടോ? आओ तांको भीतर तो शैतान तांको कहि दिबो जे त प्रभु तो हाथ लगे दिले सुस्त होइतांते ए कादुओ लगे कि काहे की പക്ഷേ पठेले. അവൻ പറഞ്ഞു, പിശാചേ നീ ഉള്ളിൽ മിണ്ടാണ്ടിരി, യേശുവാണ് ചെളി പുരട്ടിയത്, എനിക്ക് സൗഖ്യം കിട്ടും. आओ से तळे से शैतान को कहि दिबो ए शैतान चुप, मोर जिसु मते कादुओ लगई छंते मते सुस्त करिबा पाए. ഇന്ന് രാത്രിയിൽ പിശാചിന്റെ ചിന്തകളെ ശാസിച്ചു മാറ്റണം. आज संध्या समय रे शैतान रो चिंता गुडक आपन को जीवन रो पार कर दियो. എന്റെ ശരീരത്തിൽ യേശു ചെളി പുരട്ടിയെങ്കിൽ അതിന്റെ പിന്നിൽ വ്യത്യാസമുണ്ട്, ഉദ്ദേശമുണ്ട്. माटी लागिले कादुओ लागिले प्रभुंकर योजना छे. ആ ഉദ്ദേശം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. से योजना में छाणीबा दरकार प्रिय माने. അവൻ വിശ്വാസത്തോടെ യേശു പറഞ്ഞ പ്രവൃത്തി ചെയ്തു. आओ से माने विश्वास रे जिसु कहितबा कथा को അവൻ कले. അനുസരണയുള്ള ഒരു മകനായിരുന്നു. आओ से माने आज्ञा बहु गुटे पिला थिला. റാണിപ്പേട്ടക്കാർ എന്ന് പറയുന്നത് എനിക്കത് വിഷയമല്ല. रानी पेटा लोक कोन कहिबे ता हमर विषय नुहे. ഗജപതിക്കാർ എന്ന് പറയുന്നത് എനിക്കത് വിഷയമല്ലെന്ന്. गजपति लोक माने कोन कहिबे ता हमर विषय नुहे.
നോക്കി യേശു പറയുന്നതാണ് വിഷയം. യേശു പറയുന്നത് ഞാൻ ചെയ്യും. ଯୀଶୁ ଯାହା କହୁଛନ୍ତି ତାହା ମୁଁ ଶୁଣିବି, ତାହା ମୋ ପାଇଁ ମୁଖ୍ୟ। അവൻ ഓടിച്ചെന്ന് മുഖത്തെ കഴുകി. ଆଉ ସେ ଦୌଡ଼ି ଯାଇ ସେ କୂଳରେ ଯାଇ ସିଲୋହରେ ଧୋଇଲେ। ഒരൊറ്റ സ്പർശനത്താൽ അവന്റെ കണ്ണ് തെളിഞ്ഞു. ଆଉ ସେ କୁଣ୍ଡରେ ଧୋଇଲା ସାଙ୍ଗେ ସାଙ୍ଗେ ତାର ଆଖି ଦେଖାଦେଲା। അവൻ ഓടി വന്ന് യേശു കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞു. ସେ ଦୌଡ଼ି ଆସି ଯୀଶୁଙ୍କୁ ଧନ୍ୟବାଦ ଦେଲା। കർത്താവ് പറഞ്ഞു എല്ലാവരോടും ഓടി നടന്ന് പറഞ്ഞു നിന്റെ അമ്മയപ്പന്മാരെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു. ଆଉ ସେ ଯାଇ କହିଲେ ତୁମେ ଯାଇ ତୁମର ବାପା ମା ସମସ୍ତଙ୍କୁ ଦେଖା ଦିଅ। മർക്കോസ് സുവിശേഷം 10:46 നമ്മൾ കടന്നു പോകുന്ന സമയത്തില് യെരിഹോവിൽ ഒരു കുരുടനുണ്ട്. ଆଉ ମାର୍କ ଲିଖିତ ସୁମାଚାର 10:46 ରେ ଆମେ ଦେଖୁଛୁ ଜିରିଓରେ ଗୋଟେ ଅନ୍ଧ ବ୍ୟକ୍ତି ଅଛନ୍ତି। തിമായിയുടെ മകനായ ബർത്തിമായി എന്നാണ് അവന്റെ പേര്. ତିମିଓର ପୁତ୍ର ବର୍ତ୍ତିମାଇ ସେ ଅନ୍ଧର ନାମ। അവൻ പിച്ചക്കാരനായിരുന്നു. ସେ ଗୋଟେ ଭିକ୍ଷାରୀ ଥିଲେ। അവന്റെ ജോലി ഭിക്ഷയെടുക്കലായിരുന്നു. ସେ ଭିକ୍ଷା ମାଗୁଥିଲେ। ആരെങ്കിലുമൊക്കെ വല്ലതൊക്കെ കൊടുക്കും. କେହି କେହି କିଛି କିଛି ଭିକ ଦଉଥିଲେ। പക്ഷെ ഒരു ദിവസം അവന്റെ ചെവി കൂർപ്പിച്ചവൻ കേട്ടു. ଆଉ ଦିନେ ସେ କାନ ଖୋଲିକି ଶୁଣିଲେ ഒരു ഭയങ്കര ആരാവരം കേൾക്കുകയാണല്ലോ. ଆଉ ଗୋଟେ ବହୁତ ଲୋକମାନଙ୍କର ଗୋଟେ ଭିଡର ଶବ୍ଦ। രാജാവുള്ളിടത്ത് രാജ കോലാഹലമുണ്ട്. ଯେଉଁଠାରେ ରାଜା ଥାନ୍ତି ରାଜାଙ୍କର କୋଳାହଳ ଶବ୍ଦ ଆସେ। അവന്റെ കാതുകളിൽ വലിയൊരു കോലാഹലം കേട്ടോണ്ടിരിക്കുകയാണ്. ଆଉ ସେ ଗୋଟେ ବଡ କୋଳାହଳର ଶବ୍ଦ ଶୁଣିଲେ। എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ചിലർക്കൊന്നും മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. ଆଉ କେତେ ଲୋକ ତାହା ବୁଝିପାରିଲେ ନାହିଁ ବୋଲି ଭାବୁଛେ। കുറച്ചു മുമ്പ് കുറെ സഹോദരങ്ങളാണ് ഇവിടെ വന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ ഒരു ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ଆଉ କେତେକ ସମୟ ପୂର୍ବରୁ ଭାଇ ଭଉଣୀ ମାନେ ଆଗକୁ ଆସିଲେ ଗୋଟେ ଶବ୍ଦ ଆପଣ ଶୁଣିଥିଲେ କି? ഇതാണ് രാജ കോലാഹലം എന്ന് പറയുന്നത്. ତାହା ହେଉଛି ରାଜ କୋଳାହଳ। ആമേൻ. യേശു എവിടെ വരുന്നോ ദൈവജനത്തിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അവർ വിളിക്കും, ബഹളം വയ്ക്കും, ചാടും, ബഹളം വയ്ക്കും, ഒക്കെ ചെയ്യും. ଆଉ ପରମେଶ୍ୱରଙ୍କର ଉପସ୍ଥିତି ଆସିଲେ, ରାଜା ମାନଙ୍କ ରାଜା ଆସିଲେ ଶାନ୍ତିରେ ରହିହେବ ନାହିଁ। ଡେଆ ମାରିବେ, ଖୁଦା ମାରିବେ, ଆରାଧନା କରିବେ। അവൻ പുത്രൻ പിതാവിന്റെ അടുക്കലേക്ക് പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ଯେତେବେଳେ ପ୍ରଭୁ ଯୀଶୁ ହାଲେଲୁୟା ପିତାଙ୍କର ଦକ୍ଷିଣ ପାର୍ଶ୍ୱରେ ବସିଲେ, ପବିତ୍ର ଆତ୍ମା ଏଠି ସମସ୍ତ ବିଷୟର ନେତୃତ୍ୱ ନେଇ ଅଛନ୍ତି। അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വിരിച്ചൊരുക്കിയ മാളികമുറിക്കകത്ത് 120 പേർ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ଆଉ ପ୍ରେରିତ ପୁସ୍ତକ 2 ଅଧ୍ୟାୟରେ ଗୋଟିଏ ହାଲେଲୁୟା କୋଠରୀ ଭିତରେ 120 ଲୋକ ଆରାଧନା କରୁଥିଲେ। പെട്ടെന്നായിരുന്നു ദൈവശക്തി അവിടേക്ക് ഇറങ്ങി വന്നത്. ଆକସ୍ମିକ ଭାବରେ ପରମେଶ୍ୱରଙ୍କ അവർ ଶକ୍ତି പല ଆସିଲା। ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ସେମାନେ ନାନା ଭାଷାରେ କଥା କହିବାକୁ ଲାଗିଲେ। അഗ്നിജ്വാലയ്ക്കൊത്തുള്ള നാവ് അവരുടെ മേൽ പതിഞ്ഞു. ଅଗ୍ନି ଜ୍ୱାଳା ସଦୃଶ୍ୟ ଜିଭ ତାଙ୍କର ଉପରକୁ ଆସିଲା। അതാ പറഞ്ഞിട്ടും വീണ്ടും ആർക്കൊക്കെയോ റാണിപ്പെട്ടക്കാർക്ക് പിടികിട്ടുന്നില്ല. ତାହା କହିଲା ବେଳେ ରାଣୀପେଟାର ଲୋକମାନେ ବୁଝି ପାରୁନାହାନ୍ତି। അഗ്നിജ്വാല പതിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ଆଉ ଅଗ୍ନି ଜ୍ୱାଳା ସଦୃଶ୍ୟ, ଅଗ୍ନି ଶିଖା ସଦୃଶ୍ୟ ଜିଭ ଆସିଲେ କଣ ହବ ମୁଁ କହୁଅଛି। ഇതിന്റെ പുറകില് ആമേൻ തീ കത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് അവിടെ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുക. ଆଉ ଏଠାରେ ପଛପଟରେ ଆପଣଙ୍କ ନିମନ୍ତେ ଖାଦ୍ୟ ପ୍ରସ୍ତୁତ ହେଉଛି, ନିଆଁ ଜଳା ଯାଇଅଛି। മെല്ലെ ചെന്ന തീയിലൊന്ന് കൈവച്ചു നോക്കണം. ଆପଣମାନେ ଯାଇ ସେ ନିଆଁ ଟିକେ ହାତ ଲଗେଇକି ଦେଖନ୍ତୁ। ചാടാത്തവനും ചാടിപ്പോകും. ନ ଦୌଡ଼ିବା ଲୋକ ଡେଗିବାକୁ ଆରମ୍ଭ କରିବ। വിളിക്കാത്തവരും വിളിച്ചു പോകാം. ନ କହିବା ଲୋକ ଚିତ୍କାର କରିବାକୁ ଲାଗିବ। 1-ാം നൂറ്റാണ്ടിൽ തീ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവർ അറിയാതെ ചാടിപ്പോയി. ପ୍ରଥମ ଶତାବ୍ଦୀରେ ଅଗ୍ନି ଆସିଲା ବେଳେ ସେମାନେ ନ ଜାଣି ଡିଆଁ ମାରିବାକୁ ଲାଗିଲେ। ഇവിടെ കുറച്ച് യൗവനക്കാർ നന്നായിട്ട് ചാടുന്നത് ഞാൻ കണ്ടു. ଆଉ ଏଠାରେ କେତେକ ଯୁବା ଲୋକମାନେ ଭଲ ଭାବରେ ଡିଆଁ ମାରିବା ମୁଁ ଦେଖିଲି। ഇത് കഴിഞ്ഞു പോകുമ്പോൾ ആരെങ്കിലും എന്നാത്തിനാ ചാടുന്നെന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നത് തീയിൽ കൈ വെച്ച് നോക്കിയാൽ അറിയാം, അപ്പോഴായിരിക്കും നിങ്ങളും ചാടിപ്പോകുമെന്ന്. ଆଉ ଆପଣଙ୍କୁ ଯଦି ଏଇଠୁ ଗଲାବେଳେ କେହି ପଚାରିବେ ତୁ କାହିଁକି ଡିଆଁ ମାରୁଥିଲୁ ରେ, ତ କହିବ ନିଆଁରେ ହାତ ଲଗାଇଲେ ନ ଜାଣିକି ଡିଆଁ ମାରୁଛେ। ആ പരിശുദ്ധാത്മാവ് തീയുടെ രൂപത്തിൽ അങ്ങ് വന്നു. പവിത്ര ആത്മ ଅଗ୍ନି ଶିଖା ସଦୃଶ ଆସିଲେ। അതുകൊണ്ട് എവിടെ ദൈവത്തിന്റെ ആത്മാവ് വരുന്നു അവിടെ ജനത്തിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ രാജ കോലാഹലം ഉണ്ടാകാം. ଆଉ ଏଥିପାଇଁ ଯୋଉଠାରେ ପବିତ୍ର ଆତ୍ମା ଆସନ୍ତି ସେଠି ଲୋକମାନେ ଶାନ୍ତ ବସିବେ ନାହିଁ, ରାଜ କୋଳାହଳର ଶବ୍ଦ ആ കോലാഹലത്തിന്റെ മധ്യത്തിൽ തിമായിയുടെ മകനായ ബർത്തിമായിയുടെ ചെവിയിൽ എന്തോ ഒന്ന് പ്രത്യേകമായി കേട്ടു. ଆଉ ଏଇ କୋଳାହଳ ମଧ୍ୟରେ ବର୍ତ୍ତିମୟ ତିମାଇର ପୁତ୍ର ଗୋଟେ ବିଷୟ ଶୁଣିଲେ। സാധാരണ ഇംഗ്ലാസ് സിന്ദാഭാവം കേട്ടിട്ടുണ്ട്. ଅନେକ ସମୟରେ ସେ ଇନକଲାବ ଜିନ୍ଦାବାଦ ଶୁଣିଛନ୍ତି। പല മത ജാത വർഗ വർണ്ണ വ്യക്തികൾ ജാഥകളൊക്കെ പോകുന്നവൻ കേട്ടിട്ടുണ്ട്. ଆଉ ଅନେକ ପ୍ରକାର ଲୋକମାନେ ନାନା ପ୍ରକାର ଯାତ୍ରା କଲା ବେଳେ ନାନା ପ୍ରକାର ସ୍ଲୋଗାନ ଦେବା ସେ ଶୁଣିଛନ୍ତି। അവന് കാഴ്ചയില്ല, പക്ഷെ അവൻ കേട്ടിട്ടേ ഉള്ളൂ. ଆଉ ସେ ଆଖି ଦେଖି ନାହିଁ କିନ୍ତୁ ଶୁଣିଛି ଏଇ ସ୍ଲୋଗାନ ଗୁଡିକ। പക്ഷെ ഈ ശബ്ദം വ്യത്യസ്തമായ ഒരു ശബ്ദമാണ്. ଏଇ ଶବ୍ଦ ଭିନ୍ନ ଶବ୍ଦ। ഇത് ഏതോ രാജാവ്
വരുന്നുണ്ട്. ଏଇଟା ଗୋଟେ ରାଜାଙ୍କର ଆଗମନର ଶବ୍ଦ. അതിന്റെ ഒരു കോലാഹല ശബ്ദമാണ്. ଏଇଟା ଗୋଟେ କୋଳାହଳର ଶବ୍ଦ. ആരൊക്കെയോ കൈയടിച്ചു. ଆଉ କେହି କେହି ତ କରତାଳ ମାରୁଛନ୍ତି. ആരൊക്കെയോ അവനെ തോട്ടപ്പോ കർണടിക്കും പോലെ തോന്നി. ଆଉ କେତେକ ଲୋକମାନେ ତାଙ୍କର ହାତ ରଖିଲା ବେଳେ କରେଣ୍ଟ ମାରିଲା ପରି ଲାଗିଲା. 12 വർഷം ബ്ലീഡിംഗ് രോഗിയായിരിക്കുന്ന സ്ത്രീക്കും കർണടി കിട്ടി. ଆଉ ଗୋଟେ 12 ବର୍ଷର ପ୍ରଦର୍ଶକ ସ୍ତ୍ରୀକୁ ସେଠି ପରମେଶ୍ୱରଙ୍କ ଶକ୍ତି ପ୍ରବାହିତ ହେଲା. അവൾ പച്ചയ്ക്ക് നടു റോഡിൽ നിന്നുകൊണ്ട് യേശുവിന്റെ സാക്ഷിയായി തീർന്നു. ସେଇଟା ସମସ୍ତ ଭିଡ ମଧ୍ୟରେ ସେ ଯୀଶୁଙ୍କର ସାକ୍ଷୀ ହେଲେ. മൈക്കൊന്നും കൊടുത്തില്ല. അവൾ എഴുന്നേറ്റ് പറഞ്ഞു ആ വ്യക്തി ഞാനാണെന്ന് പറഞ്ഞു. ଯେତେବେଳେ ଯୀଶୁ କହିଲେ ସେ କହିଲେ ମୁଁ ସେ ବ୍ୟକ୍ତି ଅଟେ ବୋଲି ପ୍ରକାଶିତ କଲେ. അവൻ പള്ളിക്കകത്തല്ല അവൾ സാക്ഷി പറഞ്ഞത്, കവലേ ചെന്ന് സാക്ഷ്യം പറഞ്ഞു. ସେ କୌଣସି ମଣ୍ଡଳୀ ଭିତରେ ସାକ୍ଷ୍ୟ ଦଉନାହାନ୍ତି, ରାସ୍ତା କଡ଼ରେ ସାକ୍ଷ୍ୟ അങ്ങനെ ଦଉଛନ୍ତି. ആ ശബ്ദ കോലാഹലം പോകുമ്പോൾ അവന്റെ കാത് കൂർപ്പിച്ചവൻ കേട്ടു. ଏଇ ପ୍ରକାର ଗୋଟେ କୋଳାହଳ ଶବ୍ଦ ମଧ୍ୟରେ ତାର କର୍ଣ୍ଣକୁ ଆସିଲା. അവന്റെ ചെറുപ്രായത്തിൽ പഠിച്ച പണി 18 നോക്കിയിട്ട് ഇവനെ കാഴ്ചയുള്ളവനാക്കാൻ അവന്റെ അമ്മയപ്പന്മാരും ബന്ധുക്കളും മിത്രാദികളും നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോ ଆଉ ତାଙ୍କର ଜୀବନରେ ଅନେକ ପ୍ରଚେଷ୍ଟା ପରେ ମଧ୍ୟ ଏଇ ପିଲାଟିକୁ ସୁସ୍ଥ କରି ନ ପାରିବା ତାଙ୍କର ମାତାପିତାଙ୍କ ପ୍ରୟାସ ମଧ୍ୟରେ അവനിങ്ങനെ ചിന്തിച്ചിരുന്നു, ഏതെങ്കിലും കാലഘട്ടത്തിൽ യേശു ഈ വഴി പോകുകയാണെങ്കിൽ യേശുവിന് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. ସେ ଜାଣିଥିଲେ କେବେ ଯଦି ଯୀଶୁ ଏ ଦେଶ ଦେଇ ଯିବେ ତାହେଲେ ଯୀଶୁ ମତେ ସୁସ୍ଥ କରିପାରିବେ. എനിക്ക് യേശുവിന്റെ അടുക്കൽ പോകാൻ കഴിയത്തില്ല, കാരണം ഞാൻ കുരുടനാണ്. ମୁଁ ଯୀଶୁଙ୍କ ପାଖକୁ ଯାଇପାରିବିନି କାହିଁକି ମୁଁ ଅନ୍ଧ ଅଟେ. പക്ഷേ എന്റെ അടുക്കൽ യേശു എന്തെങ്കിലും വരുന്നുവെങ്കിൽ ഞാൻ സൗഖ്യം പിടിച്ചെടുക്കും. କିନ୍ତୁ ମୋ ପାଖକୁ ଯୀଶୁ ଆସିଲେ ମୁଁ ସୁସ୍ଥତାକୁ ତାଙ୍କ ଠାରୁ ନେବି. ആരും അവന് പരിചയപ്പെടുത്തി കൊടുത്തില്ല. ശബ്ദം കേട്ടപ്പോ മനസ്സിലായി യേശുവാണ് പോകുന്നുവെന്ന്. କେହି ତାଙ୍କୁ ପରିଚିତ କଲେ ନାହିଁ, କିନ୍ତୁ ସେ ଶବ୍ଦ ଶୁଣିଲେ ଜାଣିଲେ ଯୀଶୁ. അവൻ അവനെ ആനറി വിളിക്കാൻ തുടങ്ങി. ସେ ଚିତ୍କାର କରି ଡାକିବାକୁ ଲାଗିଲେ, യേശുവേ ദാവീദ് പുത്ര ହେ ଯୀଶୁ ଦାଉଦ ସନ୍ତାନ, യേശുവേ ദാവീദ് പുത്ര മനസ്സലിയണേ. ହେ ଯୀଶୁ ଦାଉଦ ସନ୍ତାନ ମୋ ପ୍ରତି ଦୟା କର. യേശുവേ ദാവീദ് പുത്ര മനസ്സലിയണമേ. ഹേ യേശു ദാവീദ് സന്താന ମୋ ପ୍ରତି ଦୟା କର. അന്ന് കുറെ പാസ്റ്റർമാരെല്ലാവരും കൂടെ പറഞ്ഞു, കുറച്ച് ചാടിയാ മതി, കുറച്ച് വിളിക്കടാ, ശബ്ദം കുറയ്ക്കടാ, മിണ്ടാണ്ടിരാന്ന് പറഞ്ഞു. ସେଥିରେ କେତେକ ପାଷ୍ଟର ମାନେ ପାଳକ ମାନେ କହିଲେ ଆରେ ଟିକେ ଚୁପ୍ ରହ, ଟିକେ ତୁନି ହ. കുറെ കൂടെ നിന്നവരൊക്കെ പറഞ്ഞു ഇത്ര ഒച്ചയൊന്നും വെക്കരുത്, മൗനമായിട്ടിരുന്ന് ആരാധിക്കണം, ദൈവം മൗനമായിട്ട് സ്തുതിക്കാനുള്ളവനാണെന്ന് പറഞ്ഞു. ଆଉ କେତେକ ଲୋକମାନେ କହିଲେ ଏତେ ଶବ୍ଦ କର ନାହିଁ, ତୁନି ହେଇକି ଆରାଧନା କର, ଶାନ୍ତ ହେଇକି ପ୍ରଭୁଙ୍କ ସ୍ତୁତି କର. നിശബ്ദനായിരിക്കാൻ പലരും അവനോട് പറഞ്ഞു. ତୁନି ହେବା ପାଇଁ ଅନେକ ଲୋକ କହିଲେ. അവനറിയാം പാസ്റ്റർ ഇതും പറയും ഇതിന്റെ അപ്പുറവും പറയും. ଆଉ ସେ କହିଲେ ପାଷ୍ଟର ଏହା କହିବ ତାଠାରୁ ଅଧିକ କହିବ. നഷ്ടപ്പെടുന്നത് എന്റെ സൗഖ്യമാണ്, ନଷ୍ଟ ହେବାର ମୋର ସୁସ୍ଥତା ଅଟେ. പാസ്റ്ററെ നീ എത്രത്തോളം വിളിക്കരുതെന്ന് പറയുന്നു അത്രത്തോളം കൂടുതൽ ഞാൻ വിളിക്കും. ପାଳକ ଆଜ୍ଞା ଆପଣ ଯେତେ ମନା କଲେ ବି ମୁଁ ଯୀଶୁଙ୍କୁ ଡାକିବି. അവൻ വിളിച്ചു യേശുവേ ദാവീദ് പുത്ര. ସେ କହିଲେ ହେ ଯୀଶୁ ଦାଉଦ ସନ୍ତାନ. ആ കാതുകളിലേക്ക് അത് പ്രതിധ്വനിച്ചു. ଆଉ ସେ ଯୀଶୁଙ୍କର କର୍ଣ୍ଣକୁ ତାହା ଗଲା. യേശു നിന്നു. ଯୀଶୁ ଛିଡ଼ା ହେଇଗଲେ. അതെന്താ ഒരുത്തന് ഇത്തിരി വ്യത്യസ്തമായിട്ട് പ്രാർത്ഥിക്കുന്നത്? ଆଉ ଗୋଟେ ବ୍ୟକ୍ତି ଭିନ୍ନ ଭାବରେ କାନ୍ଦୁଥିବା ସେ ଶୁଣିଲେ. ബാക്കിയുള്ളവരെല്ലാം ശബ്ദം വെളി കേൾക്കാതെ പ്രാർത്ഥിച്ചപ്പോൾ ഒരുവന് ഇച്ചിരി ഒച്ചയെടുത്ത് പ്രാർത്ഥിക്കുന്നല്ലോ. ଆଉ ଜଣେ ସମସ୍ତ ଲୋକମାନେ ନର୍ମାଲ ପ୍ରାର୍ଥନା କଲା ଜଣେ ବ୍ୟକ୍ତି ଚିତ୍କାର କରି ପ୍ରାର୍ଥନା କରୁଛି. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് മാറിയില്ല, അവനെ കൊണ്ടുവന്ന് പറഞ്ഞു. ଆଉ ବାକି ସମସ୍ତେ ଛିଡ଼ା ହୁଅ, ମତେ ଟିକେ ତାକୁ ମୋ ପାଖକୁ ନେଇକି ଆସ ବୋଲି କହିଲେ. എന്താ ഇച്ചിരി ഒച്ചയെടുത്ത് വിളിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചോ. ସେ ଅନ୍ଧକୁ କହିଲେ ତୁମେ କାହିଁକି ଚିତ୍କାର କରୁଛ, କାହିଁକି ପ୍ରାର୍ଥନା എനിക്ക് କରୁଛ? വേറെ ഒന്നുമില്ല, എനിക്ക് കാഴ്ച പ്രാപിക്കണം കർത്താവേ. ସେତେବେଳେ ସେ କହିଲେ ପ୍ରଭୁ ମତେ ଆଉ କିଛି ଦରକାର ନାହିଁ, ମୋର ଆଖି ଖୋଲି ଦିଅ. കർത്താവ് ചെളി പുരട്ടിയില്ല. ପ୍ରଭୁ କୌଣସି ମାଟି କାଦୁଅ ଲଗେଇଲେ ନାହିଁ. കർത്താവിനോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ ଯୀଶୁ രക്ഷിച്ചിരിക്കുന്നു. ତାକୁ କହିଲେ ତୋର ବିଶ୍ୱାସ ତତେ ସୁସ୍ଥ କଲା. മോനെ കാഴ്ച പ്രാപിക്ക, ସୁସ୍ଥ ହେଇଯା, ଆଖି ଦେଖା ଦो, കാഴ്ച പ്രാപിക്ക. ଆଖି ଦେଖା ଦो. ആ ഒരു വാക്കിന് ശക്തി ഉണ്ടായിരുന്നു. ସେ ଗୋଟିଏ ବାକ୍ୟରେ ଶକ୍ତି ଥିଲା. അപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ചവനായി ദൈവത്തിന് മഹത്വം കൊടുത്തു. ଆଉ ସେଇ ସତ୍ୟନାଥ ସେ ଚକ୍ଷୁ ଖୋଲିଗଲା, ଆଉ ସେ ପ୍ରଭୁଙ୍କର ମହିମା କଲା. ആ ഒരു ശബ്ദം അത്ര ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമണ്ഡലം മുഴുവനും ഉണ്ടായി. ଆଉ ଯେତେବେଳେ ପ୍ରଭୁ କହିଲେ ସୃଷ୍ଟି ହେଇଯାଉ, ଏଇ କଥା କହିବା ବେଳେ ଭୂମଣ୍ଡଳ ସୃଷ୍ଟି ହେଲା. ആ ഒരൊറ്റ ശബ്ദം ഒരു കുരുടന് കാഴ്ച തിരിച്ചു ലഭിച്ചു. ଆଉ ସେ ଗୋଟିଏ ଶବ୍ଦରେ ଗୋଟେ ଅନ୍ଧର ଆଖିକୁ ଖୋଲିଦେଲେ. എന്നാൽ മൂന്നാമത് ബത്സയിദയിൽ ഒരു കുരുടൻ ഉണ്ടായിരുന്നു. କିନ୍ତୁ ଏବେ ଆମେ ମାର୍କ 8 ଅଧ୍ୟାୟରେ ଥିବା ସେ ଅନ୍ଧ ପାଖକୁ ଆସିଛୁ, ଯୋଉ മർക്കോസ് 8-ാം അധ്യായം 22 മുതലുള്ള ഭാഗങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. ଆଉ ମାର୍କ ଲିଖିତ ସୁସମାଚାର 8:22-24 ତା ଲେଖା ଅଛି. ഈവനും യേശു കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ଆଉ ଏ ବ୍ୟକ୍ତି ଯୀଶୁଙ୍କ ନିକଟକୁ ସୁସ୍ଥତା ପାଇଁ ଆସିଲେ. കർത്താവ് അവനെ അവിടെ വെച്ച് സൗഖ്യമാക്കിയില്ല. ସେ ଯୀଶୁ ତାଙ୍କୁ ସେଠାରେ ସୁସ୍ଥ କଲେ ନାହିଁ. അവനെ ഊരിന്റെ പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി.
ଆଉ ସେ ଅନ୍ଧଟିକୁ ହାତ ଧରି ଗାଁ ବାହାରକୁ ଘେନି ଗଲେ ଆଉ ତାକୁ ଛୁଇଁକି ସୁସ୍ଥ କରିଲେ ചില രോഗശാന്തികളൊക്കെ നടക്കണമെങ്കിൽ വെളിയിൽ വരണം. ଆଉ କେତେକ ସୁସ୍ଥତା ହେବା ପାଇଁ ବାହାରକୁ ଆସିବାକୁ ପଡେ അതുകൊണ്ടാണ് ഇത് പള്ളിക്കകത്ത് വയ്ക്കാതെ വെളിയിൽ വെച്ചിരിക്കുന്നത്. ଆଉ ଏଥିପାଇଁ ମଣ୍ଡଳୀ ଭିତରେ ନ ରଖି ବାହାରେ ରଖା ହେଇଛି. ആമേൻ. പുറത്തു വന്നാലേ ചില അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. ଆଉ ବାହାରକୁ ଆସିଲେ କେତେକ ଆଶ୍ଚର୍ଯ୍ୟକର അവനെ ഊരിന്റെ പുറത്തേക്ക് യേശു കൊണ്ടുവന്നു. ପ୍ରଭୁ ତାର ଗାଁର ବାହାରକୁ ତାକୁ ନେଇକି ଆସିଲେ. നീ അകത്ത് വെച്ച് സുഖപ്പെടൂല എന്ന് എനിക്ക് അറിയാം കുരുടാ. ଏ ଅନ୍ଧ ତୁ ସେଇ ଅନ୍ଧ ଘର ଗାଁ ଭିତରେ ରହିକି ସୁସ୍ଥ ହେଇପାରିବୁ ନାହିଁ. നീ വെളിയിൽ വരണം. ତମକୁ ବାହାରକୁ କରିବାକୁ ପଡିବ. നീ പാരമ്പര്യത്തിൽ നിന്ന് വെളി വന്നാലേ നിന്റെ കാഴ്ച ശരിയാകത്തുള്ളൂ. ପରମ୍ପରାରୁ ତୁମେ ବାହାରକୁ ନ ଆସିଲେ ତୁମେ ସୁସ୍ଥତା ପାଇବ ନାହିଁ. നിന്റെ പാരമ്പര്യ കെട്ടുകൾ ചിലത് പൊട്ടിയാലേ നിനക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ. ତୁମର ପରମ୍ପରାର ଶିକ୍ଷାରୁ ବାହାରିଲେ ହିଁ ତୁମେ ଉଦ୍ଧାର ପାଇପାରିବ. ഓ നിന്റെ സമുദായത്തിൽ നിന്ന് നീ പുറത്തു വന്നാലേ നിനക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ. ସମାଜ ମନ୍ଦିରରୁ ବାହାରକୁ ଆସିଲେ ହିଁ ତୁମେ ସୁସ୍ଥତା ପାଇପାରିବ. അവനെ ഊരിന്റെ പുറത്തേക്ക് യേശു കൊണ്ടുപോയി. ତାଙ୍କ ଗାଁର ସେ ବାହାରକୁ ନେଇକି ଆସିଲେ. അവന്റെ മുഖത്തേക്ക് തുപ്പി. ଆଉ ସେ ତା ହାତକୁ ଥେପ ପକାଇଲେ. തുപ്പി. ସେ ଛେପ ପକାଇ നിങ്ങളുടെ മുഖത്താണ് തുപ്പിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേനെ? ଆପଣଙ୍କର ଆଖିରେ ଯଦି ଛେପ ପକେଇଥାନ୍ତେ କ'ଣ ହେଇଥାନ୍ତା? മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സാധനമാണ് തുപ്പല്. ଆଉ ଗୋଟେ ମନୁଷ୍ୟର ଗୋଟେ ମନ୍ଦ ଗୋଟେ ବିଷୟ ହଉଛି ଛେପ. ആർക്കും ഇഷ്ടപ്പെടില്ല. ଆଉ କେହି ପସନ୍ଦ କରନ୍ତିନି ଛେପ. അവനവന്റെ തുപ്പൽ അവനവന് ഭയങ്കര ഇഷ്ടമാണ്. ହଁ ନିଜ ନିଜ ଛେପ ଭଲ ଲାଗିପାରେ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ ഒരുപാട് ഒരു വിളിക്ക് ഇറക്കിയാണ്. କେତେକ ଲୋକ ଛେପକୁ ଏମିତି ଗିଳି ପକେଇଲେ. പക്ഷെ മറ്റൊരാളിന്റെ തുപ്പൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. କିନ୍ତୁ ଅନ୍ୟମାନଙ୍କର ଛେପ ଆମକୁ ଭଲ ଲାଗିବ ନାହିଁ. എന്ന് പറഞ്ഞ് മാറി മാറി പോകും. ଛେ ଛେ କହିକି ଛେପ ଏକା ଆମେ କହିଥାଉ ତାକୁ. പക്ഷേ സ്വർഗത്തിലെ കർത്താവിന്റെ തുപ്പൽ അവൻ അമൃത പോലെ അങ്ങ് സ്വീകരിച്ചു. କିନ୍ତୁ ପ୍ରଭୁ ଯୀଶୁଙ୍କର ଛେପକୁ ସେ ଅମୃତ ପରି ଗ୍ରହଣ କଲେ. യേശുവിന് പ്രവർത്തിക്കുവാൻ ഒരു മീഡിയം വേണം. ଆଉ ପ୍ରଭୁଙ୍କୁ କାର୍ଯ୍ୟ କରିବା ପାଇଁ ଗୋଟେ ମିଡିୟମ ଦରକାର, ମାଧ୍ୟମ ଦରକାର. തുപ്പലിലൂടെ കർത്താവ് അങ്ങ് പ്രവർത്തിച്ചു. ଆଉ ସେ ଛେପ ଦ୍ୱାରା ପ୍ରଭୁ ତାହା କଲେ. ആദിയിൽ വെള്ളത്തിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്. ପ୍ରାରମ୍ଭରେ ପାଣି ଉପରେ କାର୍ଯ୍ୟ କରୁଥିବା ପରମେଶ୍ୱରଙ୍କର ଆତ୍ମା. ആ തുപ്പൽ അവന്റെ മുഖത്തേക്ക് ചെന്ന് വീണപ്പോൾ തന്നെ ଆଉ ସେ ଛେପ ତାର ଆଖିରେ ଆସି ପଡିଲା ବେଳେ ଏକା അവന്റെ മേൽ കർത്താവ് ഒന്ന് കൈവച്ചു. ତା ହାତ ଥୋଇ ପଚାରିଲେ. എന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ଆଉ କହିଲେ ତୁମେ କି କିଛି ଦେଖୁଛ? ചെക്ക് എന്ന് പറഞ്ഞു. ଚେକ୍ କର ଦେଖୁଛ କି ଦେଖ. ചിലർ പറഞ്ഞിട്ടില്ല കൈയോർത്ത് കാലോർത്ത് നടന്നു നോക്കെന്നൊക്കെ പറയും പോലെ. ପ୍ରଭୁଙ୍କ ଦାସ ମାନେ କହନ୍ତି ନା ଟିକେ ହାତ ଉଠେଇକି ଦେଖ, ଟିକେ ଗୋଡ ଚଲେଇକି ଦେଖ. അവൻ ടെസ്റ്റ് ചെയ്തു. ଆଉ ସେ ପ୍ରଭୁ ତାଙ୍କୁ ପଚାରିଲେ କ'ଣ ଦେଖୁଛ? കണ്ണ് ശരിയായോ എന്ന് ചോദിച്ചു. ଆଖି ଭଲ ଦିଶୁଛି କି ଦେଖି କହିଲେ. അവൻ ഇങ്ങനെ ഒന്ന് ഇമ്മട്ടിട്ട് നോക്കി. ଆଉ ସେମିତି ଆଖି ଖୋଲି ଏମିତି ଦେଖିବାକୁ ଆରମ୍ଭ ഇപ്പൊ କଲେ. എങ്ങനെ കാണാമോ എന്ന് ചോദിച്ചു. ଆଉ ପ୍ରଭୁ କହିଲେ କିଛି ଦେଖୁଛ କି? കാണാം, പക്ഷെ മനുഷ്യനെ മരം പോലെയാണ് കാണുന്നത്. ସେ କହୁଛନ୍ତି ଦେଖିପାରୁଛି କିନ୍ତୁ ମନୁଷ୍ୟକୁ ଗଛ ପରି ଦୋହଲିଲା ଅବସ୍ଥାରେ അവൻ ଦେଖୁଛି. ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇത്രയും കാഴ്ച എനിക്ക് പോരാ, എനിക്ക് മനുഷ്യനായിട്ട് എന്നെ കാണണം. ଆଉ ସେତେବେଳେ ସେ ପ୍ରଭୁ କହିଲେ, ପ୍ରଭୁ ଏତିକି ଦେଖିବା ମତେ ଦରକାର ନାହିଁ, ମତେ ମନୁଷ୍ୟକୁ ମନୁଷ୍ୟ ପରି ଚିହ୍ନିବା അവൻ ଦରକାର. അറിയാം മനുഷ്യനായി കണ്ടാലേ എനിക്കൊരു നിലനിൽപ്പുള്ളൂ. മനുഷ്യനായി കാണാത്തിടത്തോളം കാലം എനിക്കൊരു നിലനിൽപ്പില്ല. ଆଉ ସେ ଜାଣିଥିଲା ଯେ ପର୍ଯ୍ୟନ୍ତ ମୋର ଆଖି ମନୁଷ୍ୟକୁ ମନୁଷ୍ୟ ପରି ନ ଦେଖିବ ସେ ପର୍ଯ୍ୟନ୍ତ ମୋ ସ୍ଥିରତା ନାହିଁ ମୋ ଜୀବନରେ. കർത്താവ് എന്റെ കണ്ണിനെ അങ്ങ് തുറന്നതാ കർത്താവ്. ପ୍ରଭୁ ମୋର ଆଖିକୁ ଖୋଲି ଦିଅ ବୋଲି ସେ କହିଲା. ചിലയിടത്തൊക്കെ കർത്താവ് ആത്മീയ കണ്ണുകളെ തുറന്നപ്പോൾ ചില കാണാൻ പാടില്ലാത്ത വലിയ നന്മകളെ അവർക്ക് കാണാൻ കഴിഞ്ഞു. ଆଉ କେତେକ ଜାଗାରେ ପ୍ରଭୁ ଯେତେବେଳେ ଆତ୍ମିକ ଆଖି ଖୋଲିଲେ କେତେକ ନ ଦେଖା ଯାଉଥିବା ଆତ୍ମିକ ଆଶୀର୍ବାଦ ସେମାନେ ଦେଖିପାରିଲେ. കർത്താവ് ഈ പകുതി സൗഖ്യം കൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ଆଉ ପ୍ରଭୁ ମୁଁ ଅଧା ସୁସ୍ଥତା ନେଇକି ଯିବାକୁ ଚାହୁଁନାହିଁ, എനിക്ക് മുഴുവൻ സൗഖ്യം വേണം. ମତେ ପୂର୍ଣ୍ଣ ସୁସ୍ଥତା ଦରକାର. കർത്താവ് രണ്ടാം പ്രാവശ്യം ഒന്നുകൂടെ തൊട്ടു. ଆଉ ପ୍ରଭୁ ପୁନର୍ବାର ତାକୁ ଛୁଇଁଲେ. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ആരെങ്കിലും ഒക്കെ നോക്കിക്കൊണ്ട് കർത്താവ് ഒറ്റ പ്രാർത്ഥനയിൽ ശരിയായില്ലല്ലോ. ଆଉ କେତେକ ଲୋକ ଚିଆଇ କହୁଥିବେ ପ୍ରଭୁଙ୍କର ଗୋଟିଏ ପ୍ରାର୍ଥନାରେ ସୁସ୍ଥ ହେଲା ନାହିଁ ତ, ഒരാഴ്ച പള്ളിയിൽ പോയിട്ട് ശരിയായില്ലല്ലോ, ଆଉ ଟିକେ ବାହାରକୁ ଯାଇକି ଠିକ ହେଲା ନାହିଁ ତ, ഒരു കൺവെൻഷൻ യോഗത്തിൽ ഒരു ദിവസം പോയിട്ട് ശരിയായില്ലല്ലോ. ଗୋଟେ କନଭେନସନରେ ଗୋଟେ ଦିନ ଆସିକି ଠିକ ହେଲା ନାହିଁ ତ. ആമേൻ. രണ്ടാം പ്രാവശ്യം അവൻ പോകാൻ തീരുമാനിച്ചു. ଦ୍ୱିତୀୟ ଥର ବି ସେ ଯିବା ପାଇଁ ପ୍ରସ୍ତୁତ യേശു ହେଲେ. രണ്ടാം പ്രാവശ്യം അവനെ ഒന്ന് തൊട്ടു. ଆଉ ଦ୍ୱିତୀୟ ଥର ଯୀଶୁ ତାକୁ ଛୁଇଁଲେ. രണ്ടാം പ്രാവശ്യം തൊട്ടിട്ട് പറഞ്ഞു ഇനി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ଆଉ ପ୍ରଭୁ ଦ୍ୱିତୀୟ ଥର ଛୁଇଁ କହିଲେ ଏବେ ଦେଖ. അവൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് ସେ ଦେଖିଲା അവന് മനുഷ്യനായി കാണാൻ കഴിഞ്ഞു. ତାପରେ ସେ ମନୁଷ୍ୟକୁ ମନୁଷ୍ୟ ପରି ଦେଖିବାକୁ ଲାଗିଲା. ഇന്ന് രാത്രിയിൽ ഒരു സെക്കൻഡ് ടച്ചിന്റെ ഡേറ്റ് ആണ്. ଆଜି ଦ୍ୱିତୀୟ ଦିନ ଅଟେ. ഞാനിവിടെ സ്റ്റേജിൽ വന്നിരുന്നപ്പോഴേ പരിശുദ്ധാത്മാവിന്റെ പറഞ്ഞത് ഇന്ന് രണ്ടാം പ്രാവശ്യം ഞാൻ ചിലരെ തൊടുമെന്ന്. ଆଜି ପ୍ରଭୁ କହୁଛନ୍ତି ଦ୍ୱିତୀୟ ଥର ପ୍ରଭୁ କେତେକ ବ୍ୟକ୍ତିମାନଙ୍କୁ ଛୁଇଁବାକୁ ഒറ്റ ଯାଉଛନ୍ତି. സ്പർശനത്തിൽ ശരിയാകാത്തവർക്ക് ഇന്ന് രണ്ടാം പ്രാവശ്യം ഒരു സ്പർശനമുണ്ട്. ପ୍ରଥମ ସ୍ପର୍ଶରେ ଠିକ ନ ହେଇଥିଲେ ଦ୍ୱିତୀୟ ସ୍ପର୍ଶ ଆପଣଙ୍କ ପାଇଁ ପ୍ରଭୁ ଆଣୁଛନ୍ତି. കഴിഞ്ഞ സ്പർശനങ്ങൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ, ବିଗତ ଦିନର ସ୍ପର୍ଶ ଆପଣଙ୍କୁ ସୁସ୍ଥତା ଦେଇ ନଥିଲେ, കഴിഞ്ഞ വർഷങ്ങൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയില്ല എങ്കിൽ, ବିଗତ ବର୍ଷରେ ଆପଣଙ୍କୁ ଆଶୀର୍ବାଦ ମିଳି ନଥିଲେ, കഴിഞ്ഞ കൺവെൻഷൻ യോഗത്തിൽ നിങ്ങൾക്ക് ഒരു അത്ഭുതം നടന്നില്ല എങ്കിൽ,
കിട്ടിയില്ലെങ്കിൽ विगत वर्षर सेवा कार्य प्रभु आपनको आशीर्वाद पाई नथिले ഇന്ന് രണ്ടാം പ്രാവശ്യവും യേശു നിങ്ങളെ തൊടും. आज द्वितीय थर जीशु आपनको छुईबे ഇന്ന് നിങ്ങൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കും. आपण मनुष्य को मनुष्य रूपे स्पष्ट देखिबे ഇന്നലെ വരെയും നിങ്ങൾക്ക് അനേക തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു आ കാണാം. पूर्वरु आपनको अनेक भूल धारणा थाई पारे ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഒരു വ്യക്തത നൽകുവാൻ ആഗ്രഹിക്കുന്ന आज आपनको ദിവസമാണ്. स्पष्टता देबा पई पवित्र आत्मा चाहते ഈ രാത്രി നമുക്കൊരു സമർപ്പണത്തോടെ തീരുമാനത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാവോ? आज रात्र निजको आपण प्रभुको हस्ते समर्पण करिवे कि निर्णयर सहित ഒരു ഉറച്ച തീരുമാനം ദൈവസന്നിധിയിൽ ഒന്ന് എടുക്കാൻ കഴിയപ്പെടുമോ? आ गुडे स्थिर निर्णय आपनको जीवन रे प्रभुको प्रति देबे कि യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരുവൻ കടന്നു വന്നപ്പോൾ വഴിയിൽ കള്ളന്മാർ അടിച്ചും ആമേൻ തകർത്തിട്ടു. गोटे व्यक्ति जेरूसलम रो जिरी हजिबा बाटरे दस्यु मानक हस्तरे पड़ी से माने ताको मारी ताको चेता हरा शून्य कले ഒരു പുരോഹിതൻ വന്നിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. गोटे पुरोहित से रास्ता दे गले से जाजक ताको देखिले അഥവാ नाही എന്റെ കൈ കിടന്ന് മരിച്ചു കഴിഞ്ഞാലിട്ട് ശുശ്രൂഷയൊന്നും നടക്കപ്പെടത്തില്ല. പുരോഹിതന്മാർ ശവത്തെ തൊടാൻ പാടില്ലല്ലോ. आओ जदि आज से हाथ मो हाथ रे मरी जीवो ताले मोर सेवा कार्य आज बंद होई जीवो काहे कि जाजक माने सब को छुईबा कथा नुहे ഒരു ലേവ്യൻ അതുവഴി പോയി, അവനും അവനെ രക്ഷിച്ചില്ല. गोटे लेवीय व्यक्ति से रास्ता दे गले से मध्य ताको छुईले नाही അവൻ ബൈബിൾ അരച്ച് കലക്കി കുടിച്ചു വച്ചിരിക്കുകയാണ്. से बाइबल भलो भारे पढितो व्यक्ति अटे 24 മണിക്കൂറും ബൈബിൾ പഠിപ്പിക്കലാണ് പുള്ളിയുടെ ജോലി. आ 24 घंटा बाइबल शिक्षा दौतो व्यक्ति ബൈബിളിനകത്തുള്ള ഏത് പോയിന്റ്സ് വേണമെങ്കിലും കാണാതെ പറയാനും പഠിപ്പിക്കാനും അവന് വ്യക്തമായിട്ട് അറിയാം. बाइबल रो कोनोसी पद को भलो भाबरे अक्षर अक्षर कहबा को साक्ष्य പഠിച്ചിട്ട് കാര്യമെന്ന ഒരു പ്രയോജനവും ഇല്ല. पढी कि किछि लाभ नाही से किछि प्रयोजन नाही പ്രവൃത്തി എന്ന് പറഞ്ഞ അടുത്തൂടെ പോയിട്ടില്ല. कार्यकलाप नाही वाक्य पढी कि किछि लाभ नाही പുള്ളിക്ക് ബൈബിളിനെ കുറിച്ച് എല്ലാം അറിയാം, പക്ഷേ വീണ് കിടക്കുന്നവനെ കണ്ടിട്ട് കാണാത്ത പോലെ അവൻ പോയി. से हृदय रे वाक्य स्मरण करी अछि किंतु गुडे व्यक्ति पढी अछि ता पई साहाय्य तार हाथ आसु नाही നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ രണ്ടിടത്ത് എഴുതുന്നത് യാദൃച്ഛിക പുരോഹിതൻ വന്നു, യാദൃച്ഛിക അവിടെ ലേവ്യൻ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. आपण जदि देखिबे से जागा देई आकस्मिक भावरे गुटे पुरोहित जागजग गले आकस्मिक भावरे सेठी गुटे लेबियो गले लेखा अछि പക്ഷേ യാദൃച്ഛിക അല്ലാതെ ഒരു ശമരിയക്കാരൻ അവിടേക്ക് വന്നു. किंतु गोटे व्यक्ति सेठी समरिया व्यक्ति आकस्मिक भावरे आसी नांती അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പുള്ളിക്കാരൻ അറിയാം വഴിയിൽ ഒരുത്തൻ ഉണ്ട്. आ से घरु बाहरला बेले जानितिला गुटे रास्ता रे गुटे व्यक्ति पड़ी अछि ഞാൻ അബദ്ധത്തിൽ അവനെ കാണുകയല്ല, आ मो समस्या ताकू देखु नाही ഞാൻ അവനെ കാണാൻ വേണ്ടി പോവുകയാണ്. मु ताकू देखिबा पई जाउ अछि ഞാൻ അവനെ എടുക്കാൻ വേണ്ടി मु പോവുകയാണ്. ताकू उठेबा पई जाउ अछि നിങ്ങൾ വായിച്ചു നോക്കിയാലേ പുള്ളിയുടെ കയ്യിൽ ഒരു ബോട്ടിൽ എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. आ तार हस्तरे तेल थिला അവന്റെ കയ്യിൽ ഒരു ബോട്ടിൽ വീഞ്ഞു ഉണ്ടായിരുന്നു, മുന്തിരിച്ചാറ്. आ ता हातरे द्राक्षारस थिला അവൻ ആ മുറിവ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു തുണി കഷ്ണം ഉണ്ടായിരുന്നു. आ ता हातरे से क्षत बांधिबा पई कपड़ा थिला ആ ആ വഴിയമ്പലക്കാരന് കൊടുക്കാനുള്ള കാശ് അവന്റെ കയ്യിൽ അവൻ എടുത്തു. आओ सेई घर लोक को देबा पई से 2 टंका ताका पाके थिला അവനെ കൂടെ കയറ്റാൻ വേണ്ടി 2 സീറ്റുള്ള നല്ല ഒരു വാഹന മൃഗം അവൻ കയ്യിലെടുത്തു, അല്ലെങ്കിൽ ആ വാഹനം എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. से लोक को नेबा पई गुटे बढ़िया गाड़ी से व्यवहार करी गले ആംബുലൻസ് आ एम्बुलेंस नहीं की गले ആംബുലൻസ് കൊണ്ടാ വന്നത് പുള്ളി. से गुटे एम्बुलेंस नहीं की आसिले യാദൃച്ഛിക വന്നേന്നും അല്ല, आ आकस्मिक भावरे से आसी नांते വന്ന് അവന്റെ അടുക്കൽ അങ്ങ് നിന്നു. बाइबल कहे से आसी से व्यक्ति पाको आसिले അവനെ മെല്ലെ എടുത്തു. ताको उठेइले അബോധാവസ്ഥയിൽ അവൻ കിടക്കുകയാണ്. से चेता शून्य अवस्था रे पड़ी छे അവന്റെ മുറിവൊക്കെ നോക്കിയപ്പോൾ ആഴത്തിൽ മുറിവാണ്. आ तार क्षत देखिले बहुत गभीर क्षत കള്ളൻ തൊട്ട് കഴിഞ്ഞാൽ ആഴത്തിലെ മുറിവ് തന്നു കളയാ. आ शैतान छुईले बहुत गभीर क्षत देब ഹൃദയത്തിനകത്ത് ആഴത്തിലെ മുറിവുകളെ സൃഷ്ടിച്ചു. आ से बहुत गभीर क्षत देला ഉറക്കം വരാത്ത വിധത്തിലുള്ള മുറിവുകളാ, आ सोई न पारला परी क्षत ഒരിക്കലും ആമേ പൊറുക്കാത്ത വിധത്തിലുള്ള മുറിവുകളാ. केबे भी क्षमा करी न पारला परी से ആമേ क्षत കള്ളൻ അറുക്കാനും മുടിക്കാനാണ് വരുന്നത്. चोर चोरी करिबा पई बद्ध करिबा पई आसी थाए ആകയാൽ അവൻ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ച അർത്ഥപ്രാണന എപ്പോ വേണമെങ്കിലും മരിക്കുമെന്ന് പറഞ്ഞ് ബോധം കെട്ടവൻ കിടക്കുകയാണ്. आ से व्यक्तिटी क्षत प्राप्त होई केबे भी मरी जीव बोली चेता शून्य ആ अवस्था ബോട്ടിൽ തുറന്ന് എണ്ണ എടുത്തവന്റെ ശരീരത്തിൽ പുരട്ടി. आ से तेल कुपी खोली की तार तेल लगैले ആ വീഞ്ഞ് കുപ്പി തുറന്നിട്ട് അവന്റെ വായിലേക്ക് അല്പം ഒഴിച്ചു കൊടുത്തു. आ से तांकर मुखरे से द्राक्षा रस देले ആ പ്രയർ ക്ലോത്ത് അഥവാ ആ തുണി കഷ്ണങ്ങളെടുത്ത് ആ മുറിവിൽ ഒരു കെട്ട് കെട്ടി. आ से क्षत स्थान गुडी करे से कपड़ा रे बांधी देले ആ ആംബുലൻസിനകത്തേക്ക് അവനെ എടുത്തങ്ങ് കയറ്റി. आ से एम्बुलेंस रे सागु चोट बसैले നേരെ അടുത്തുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് പോയി. आ पाखरे दिबा गुटे बड़ हॉस्पिटल को नहीं की गले അവിടെ അവനെ അഡ്മിറ്റ് ആക്കി. सेटर तांगु एडमिट कले അവിടെ എഴുതിയിരിക്കുന്നു പിറ്റേന്നാൾ വരെ അവൻ അവിടെ ഉണ്ടായിരുന്നു. आ आगामी दिन पर्यंत से सेठी रहिले അന്ന് രാത്രിയിൽ അവനെ ശുശ്രൂഷിച്ചു. आ से रात्रे ताकु सेवा कले അവന്റെ മുറിവ് ആ അബോധാവസ്ഥയിൽ കിടക്കുന്നവൻ അവന്റെ മുറിവിന്റെ ആഴം അറിയത്തില്ല. आ जे पर्यंत से अबोध अवस्था रे अछि चेता शून्य अछि से पर्यंत से ഇവനെ केते क्षत जानि ഇവനെ नाही എടുത്തവൻ അവന്റെ മുഴുവന്റെ ആഴം അറിയാമായിരുന്നു. आ तारो उठैतो व्यक्ति तारो गभीरता जानिथिले ഈ ശമരിയാക്കാരൻ അറിയാം ഞാൻ ഇട്ടേച്ച് പോയി
കഴിഞ്ഞാലിട്ട് ഇവൻ ഇന്ന് രാത്രിയിൽ ഉറങ്ങത്തില്ല എന്ന്. ଆଉ ମୁଁ ଯଦି ଏହାକୁ ଛାଡିକି ଯିବି ତାହେଲେ ରାତିରେ ସେ ଶୋଇପାରିବ ନାହିଁ। അന്ന് രാത്രി മുഴുവൻ അവനെ ശുശ്രൂഷിച്ചു. ସେ ରାତି ସାରା ତାର ସେବା କଲେ। പിറ്റേ ദിവസം രാവിലെ ଆଉ ଆର ଦିନ ସକାଳେ ആശുപത്രിയിലെ മാനേജറെ വിളിച്ചു. ଆଉ ସେ ଲୋକକୁ ଡାକିଲେ ମ୍ୟାନେଜରକୁ। ആമെ കാശ് കൊടുത്തു. ତାକୁ 2 ଟଙ୍କା ଦେଲେ। ഞാൻ ഇനി പോയിട്ട് വരും. ମୁଁ ଯାଇକି ଆସୁଅଛି। എത്ര രൂപയാണെങ്കിലും ഞാൻ ബില്ല് ഞാൻ അടച്ചോളാം. ଆଉ ଯାହା ବିଲ୍ ହେଲେ ମୁଁ ପକେଇବି। ഇവൻ ഒന്നിനും കുറവ് വരുത്തരുത്. ଏହାକୁ କୌଣସି ବିଷୟ କମ କରିବାକୁ ଦିଅ ନାହିଁ। ഇവൻ ഒന്നിനും കുറവ് വരുത്തരുത്. କୌଣସି ବିଷୟରେ ଉଣା ଦିଅ ନାହିଁ। എല്ലാം പറഞ്ഞ് ശരിയാക്കി പോയി. ସବୁ କିଛି ଠିକ କରିକି ସେ ଚାଲିଗଲେ। അവൻ അവനോട് പറഞ്ഞു പോയതുപോലെ വീണ്ടും വരും. ଆଉ ମୁଁ ଯେମିତି ଯାଇଅଛି ସେମିତି ଫେରି ଆସିବେ। ഞാൻ വീണ്ടും വരും. ମୁଁ ପୁନର୍ବାର ଫେରି ଆସିବେ। ഇന്ന് രാത്രിയിൽ നീ വീണ് കിടന്നപ്പോൾ എടുത്ത ശമരിയാക്കാരനെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചു വെച്ച് വീട്ടിൽ പോകണം. ଆଉ ଆଜି ରାତ୍ର ସମୟରେ ପଡିଥିବା ସମୟରେ ଉଠେଇଥିବା ସେ ସମରିଆ ବ୍ୟକ୍ତିଙ୍କୁ ମନେ ପକାନ୍ତୁ। നീ തകർന്നു കിടന്നപ്പോൾ നിന്റെ മുറിവ് കെട്ടിയ ശമരിയാക്കാരനെ നീ ഒരിക്കൽ കൂടി ഓർമ്മിക്കണം. ଆପଣ କ୍ଷତ ହେଇଥିବା ବେଳେ ଆପଣଙ୍କର କ୍ଷତ ବାନ୍ଧିଥିବା ସେ ସମରିଆ ବ୍ୟକ୍ତିଙ୍କୁ ମନେ നിനക്കിപ്പോൾ ପକାନ୍ତୁ। ബോധം വീണിരിക്കുകയാണ്. ଏବେ ଆପଣଙ୍କୁ ଚେତା ଆସିଅଛି। നിന്റെ മുറിവെല്ലാം വ്യക്തമായി മാറിയിരിക്കുകയാണ്. ଆପଣଙ୍କର ସମସ୍ତ କ୍ଷତ ଖତମ ହେଇଛି। ആ വീഞ്ഞു കുടിച്ചപ്പോൾ നിന്റെ ക്ഷീണമെല്ലാം മാറിയിരിക്കുകയാണ്. ଆପଣ ଦ୍ରାକ୍ଷାରସ ପିଇଲା ବେଳେ ଆପଣଙ୍କର ସମସ୍ତ ବିଧା ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ നിനക്ക് ബോധമുണ്ട്, നിന്റെ ക്ഷീണം മാറി, എന്താണ് നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ചാൽ ଏବେ ଯଦି ଆପଣଙ୍କୁ ମୁଁ ପଚାରିବି ତୁମର ତ କ୍ଷତ ଠିକ ହେଲା, ତୁମର ଦୁର୍ବଳତା ସୁସ୍ଥ ହେଲା, ଏବେ କଣ ତୁମର ଆଗ୍ରହ? നിങ്ങൾ എന്ത് പറയോ? ତୁମେ କଣ କହିବ? ഞാനാണെങ്കിൽ ഇങ്ങനെ പറയോ, ମୁଁ ଏ ପ୍ରକାର କହିବି, എന്നെ രക്ഷിച്ച ആ വ്യക്തി ഒന്ന് കണ്ടെങ്കിൽ നന്നായിരുന്നു. ସେ ବ୍ୟକ୍ତି ଯେ ମୋତେ ସୁସ୍ଥ କଲେ ସେ ସମଣୀୟ ବ୍ୟକ୍ତିଙ୍କୁ ଥରେ ଦେଖିବା ପାଇଁ ମୋର ଇଚ୍ଛା। എനിക്ക് ഈ ലോകത്തിൽ വേറെ ഒരു ആഗ്രഹവുമില്ല. ഈ ജഗତର କୌଣସି ଆଗ୍ରହ ମୋର ନାହିଁ। എന്നെ രക്ഷിച്ച ശമരിയാക്കാരനെ എനിക്കൊന്ന് കണ്ടെങ്കിൽ മതിയായിരുന്നു. ସେ ସମରିଆ ବ୍ୟକ୍ତିଙ୍କୁ ଟିକେ ଦେଖିବା ଦରକାର। അപ്പോഴാണ് അവൻ പറഞ്ഞ ശബ്ദം അവന്റെ കാതുകളിൽ പ്രതിധ്വനിച്ചത്, ഞാൻ പോയതുപോലെ ഞാൻ വീണ്ടും വരും. ସେତେବେଳେ ସେ ଶବ୍ଦ ଶୁଣିଲା, ମୁଁ ଯେମିତି ଯାଇଅଛି ସେମିତି ଫେରି ଆସିବି। നിന്നെ തിരിച്ച് ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോകാൻ ഞാൻ വരും. ତୁମକୁ ଡିସଚାର୍ଜ କରି ନେଇଯିବା ପାଇଁ ମୁଁ ପୁନର୍ବାର ଆସିବି। ഇന്ന് രാത്രി നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും അവൻ പോയതുപോലെ വീണ്ടും വരും. ସ୍ୱର୍ଗକୁ ଆପଣଙ୍କୁ ନେଇଯିବା ପାଇଁ ସେ ପୁନର୍ବାର ଗଲା ପରି ଆସିବେ। നിന്റെ മുറിവിനെ കെട്ടിയവൻ പോയതുപോലെ തിരിച്ചു വരും. ତୁମର କ୍ଷତକୁ ବାନ୍ଧିଥିବା ଯୀଶୁ ଯାଇଥିଲା ପରି ଫେରି ଆସିବେ। ഓ നിന്റെ ക്ഷീണത്തെ മാറ്റിയവൻ പോയതുപോലെ തിരിച്ചു വരും. ତୁମର ଦୁର୍ବଳତାକୁ ସୁସ୍ଥ କରିଥିବା ବ୍ୟକ୍ତି ପୁନର୍ବାର ଫେରି ଆସିବେ। അവന്റെ വരവിന് വേണ്ടി നീ കാത്തിരിക്കണം. ତାଙ୍କର ଆଗମନ ପାଇଁ ଆପଣ ପ୍ରସ୍ତୁତ ରୁହନ୍ତୁ। അവന്റെ വരവിന് വേണ്ടി നീ ഒരുങ്ങിയിരിക്കണം. ଆଗମନ ପାଇଁ ପ୍ରସ୍ତୁତ ରୁହନ୍ତୁ। കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ପରମେଶ୍ୱର ତାଙ୍କର ହାଲେଲୁୟା ତୁରୀ ଧ୍ୱନି ସହିତ ପ୍ରଧାନ ଦୂତର ଶବ୍ଦ ସହିତ ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ପରମେଶ୍ୱରଙ୍କ ଶବ୍ଦ ସହିତ ମେଘମାଳରେ ക്രിസ്തുവിൽ ଆସିବେ। മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ଯେଉଁମାନେ ଖ୍ରୀଷ୍ଟରେ ମୃତ ଅଟନ୍ତି ସେମାନେ ପୂର୍ବେ ଉଠିବେ। ജീവനോടെ ശേഷിക്കുന്ന നാമോ അവനോടുകൂടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ଯେଉଁମାନେ ଜୀବିତ ଥିବା ଆମେ ରୂପାନ୍ତରିତ ହେଇ ମଧ୍ୟ ଆକାଶକୁ ଯିବା। അവൻ പോയതുപോലെ വീണ്ടും ସେ വരും. ଯାଇଥିବା ପରି ଫେରି ଆସିବେ। ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാമോ? ସେଇ ପ୍ରଭୁଙ୍କ ପାଇଁ ଆପଣ ଅପେକ୍ଷା କରି ഒരു ରହିବେ କି? നിത്യത ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ଆଉ ସେ ଅନନ୍ତତା ପ୍ରଭୁ ଆପଣଙ୍କ ପାଇଁ കർത്താവിനെ മുറുകെ ରଖିଛନ୍ତି। പിടിക്കുക. ପ୍ରଭୁଙ୍କୁ ଧ୍ୟାନରେ ଧରନ୍ତୁ। ഇതുവരെയും മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നൊരു തീരുമാനത്തോടെ നിങ്ങൾ മാനസാന്തരപ്പെടണം. ଏପର୍ଯ୍ୟନ୍ତ ମନ ପରିବର୍ତ୍ତନ କରିନାହାନ୍ତି ତାହେଲେ ଯୀଶୁଙ୍କୁ ଗ୍ରହଣ କରିବା ପାଇଁ ମନ ପରିବର୍ତ୍ତନ କରନ୍ତୁ। ഇതുവരെയും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി യേശുവിനെ സാക്ഷീകരിച്ചില്ല എങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി നിങ്ങൾ സ്നാനം സ്വീകരിക്കണം. ଏପର୍ଯ୍ୟନ୍ତ ଜଳରେ ଦୀକ୍ଷା ନେଇନାହାନ୍ତି ତାହେଲେ ଯୀଶୁଙ୍କର ବାପ୍ତିସ୍ମକୁ ଆପଣ ଗ୍ରହଣ କରନ୍ତୁ। ഇതുവരെയും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ പ്രാപിക്കണം. এই পর্যন্ত যদি পবিত্র আত্মাଙ୍କର অভিষেক পাইনাহাନ୍ତି তাহলে পবিত্র আত্মাଙ୍କର অভিষেকକୁ ପ୍ରାପ୍ତ କରନ୍ତୁ। അവൻ പോയതുപോലെ വീണ്ടും വരും. ସେ ଯାଇଥିଲା ପରି ଫେରି ଆସିବେ। നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ଆମେ ସମସ୍ତେ ନିଜ ନିଜ ସ୍ଥାନରେ ଛିଡ଼ା ହେବା। ദൈവസന്നിധിയിൽ ശരണപ്പെടാം. ଆ ପ୍ରଭୁଙ୍କ ହସ୍ତ ତଳେ ନିଜକୁ ସମର୍ପଣ କରିବା। കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് പൂർണ്ണമായി ഭരമേൽപ്പിക്കാം. ପ୍ରଭୁଙ୍କର ହସ୍ତ ତଳେ ଆମେ ନିଜକୁ ସମର୍ପଣ କରିବା। യേശുവിന്റെ മഹിമ ഇവിടെ ഉണ്ട്. ପ୍ରଭୁଙ୍କର ମହିମା ଏ ସ୍ଥାନରେ ଅଛି। ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟ ଏ ସ୍ଥାନରେ ଅଛି। ഉറച്ച തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ଆଉ ଶକ୍ତି ସହିତ ପ୍ରଭୁଙ୍କ ହସ୍ତରେ ସମର୍ପଣ କରିବା। കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ପ୍ରଭୁଙ୍କ ହସ୍ତ ତଳେ ନିଜକୁ ସମର୍ପଣ କରିବା। തുടർന്നുള്ള പ്രാർത്ഥനകൾക്ക് ബീശാലോം നേതൃത്വം കൊടുക്കാം. Let us all close our eyes and pray in the presence of God. ଆସନ୍ତୁ ଆଖି ବନ୍ଦ କରିବା ଆମେ ପ୍ରାର୍ଥନା କରିବା। The great love of God is surrounding in this atmosphere. ପରମେଶ୍ୱରଙ୍କର ପ୍ରେମ ମହାନ ପ୍ରେମ ଏଠାରେ ପ୍ରକାଶିତ ହୋଉଛି। I experience it in my spirit. ମୁଁ ଆତ୍ମାରେ ତାହା ଅନୁଭବ କରୁଅଛି। I don't know how many of you experience the same. ଆଉ ଆପଣଙ୍କ ମଧ୍ୟରେ କେତେ ଲୋକ ତାହା ଅନୁଭବ କରୁଛନ୍ତି ମୁଁ ଜାଣି ନାହିଁ। Odisha, I have a message. ଆଉ ଓଡ଼ିଶା ମୋତେ ଆପଣଙ୍କ ପାଇଁ ଗୋଟେ ସନ୍ଦେଶ ଅଛି। Jesus is same yesterday, today and forever. ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଆଜି କାଲି ଅନନ୍ତ କାଳ ଏକ ପ୍ରକାର। If Jesus has loved and cared for
all those people who has called upon to him ଆଉ ଯଦି ଯୀଶୁ ତାଙ୍କୁ ଆହ୍ୱାନ କରିଥିବା ବ୍ୟକ୍ତିମାନଙ୍କ ପ୍ରତି ସମସ୍ତଙ୍କୁ ପ୍ରେମ କଲେ in the past, then I believe that if you call upon to him, he will deliver you, he will care for you, he still loves you. ଆଉ ଯଦି ଆଜି ରାତ୍ର ସମୟରେ ଆପଣ ତାଙ୍କୁ ଆହ୍ୱାନ କରିବେ ସେ ଆପଣଙ୍କୁ ପ୍ରେମ କରନ୍ତି ସେ ଆପଣଙ୍କୁ ଉଦ୍ଧାର କରିବେ The power of God which manifested in this ground is not priceless. ଆଉ ଆପଣଙ୍କର ପାଖରେ ଥିବା ଏଇ ଯୋଉ ସେବା ପ୍ରଭୁ ଦେଖେଇଲେ ପ୍ରଭୁଙ୍କର କାର୍ଯ୍ୟ ପ୍ରକାଶ ହେଲା ତାହା ଅମୂଲ୍ୟ ଅଟେ It is very valuable. ଆଉ ତାହା ଅମୂଲ୍ୟ ଅଟେ It is not priceless. ତାହା ମୂଲ୍ୟହୀନ ନୁହେଁ Don't see it priceless. ଆଉ ମୂଲ୍ୟହୀନ ଭାବରେ ଦେଖନ୍ତୁ ନାହିଁ It is not that simple. ଏହା ସାଧାରଣ ବିଷୟ ନୁହେଁ The power of God manifested in this place because Jesus loves you. ଆଉ ଏଠାରେ ପରମେଶ୍ୱରଙ୍କ ଶକ୍ତି ପ୍ରକାଶ ହେଲା କାରଣ ଯୀଶୁ ଆପଣଙ୍କୁ ପ୍ରେମ କରନ୍ତି You are supposed to respond to the love in a way ଆଉ ପ୍ରଭୁଙ୍କର ପ୍ରେମ ପ୍ରତି ଆପଣ that is surrender. ପ୍ରତିକ୍ରିୟା କରନ୍ତୁ ସମର୍ପଣ ଦ୍ୱାରା That is surrender. ତାହା ସମର୍ପଣ କରିବା ଦ୍ୱାରା କରିବେ Jesus doesn't want anything more. ଆପଣଙ୍କ ଠାରୁ ପ୍ରଭୁ ଆଉ କିଛି ଚାହାନ୍ତି ନାହିଁ All he needs is your heart. ଆଉ ସେ ଯାହା ଚାହାନ୍ତି ତାହା ହେଉଛି ଆପଣଙ୍କର ହୃଦୟ All you have to do is surrender yourself. ଆଉ ଯାହା ଆପଣ କରିବେ ତାହା ହେଉଛି ଆପଣ ସମର୍ପଣ କରନ୍ତୁ Accept Jesus as your savior. ଆଉ ପ୍ରଭୁ ଆପଣଙ୍କର ଯୀଶୁଙ୍କୁ ସ୍ୱୀକାର କରନ୍ତୁ ପ୍ରଭୁ ଭାବରେ You don't have to change your religion. ଆପଣଙ୍କ ଧର୍ମ ପରିବର୍ତ୍ତନ କରିବା ଦରକାର ନାହିଁ You don't have to change your surname. ଆଉ ଆପଣଙ୍କର ନାମ ପରିବର୍ତ୍ତନ କରିବା ଦରକାର ନାହିଁ Because Jesus didn't come to establish a religion. ଆଉ ସେ ଗୋଟେ ଧର୍ମ ସ୍ଥାପନ କରିବା ପାଇଁ ଆସିନାହାନ୍ତି He came to save us. ସେ ଆମକୁ ଉଦ୍ଧାର କରିବା ପାଇଁ ଆସିଅଛନ୍ତି Anyone can receive the salvation. ଆଉ କେହି ବି ପ୍ରଭୁଙ୍କର ଉଦ୍ଧାରକୁ ଗ୍ରହଣ କରିପାରିବେ All you have to do is have faith and surrender yourself. ଆଉ ଗୋଟେ ବିଷୟ କରନ୍ତୁ ବିଶ୍ୱାସ କରନ୍ତୁ ଆଉ ସମର୍ପଣ କରନ୍ତୁ Can you lift up your hands if you surrender yourself to Jesus? ଆପଣ ନିଜ ଝିଅକୁ ହସ୍ତ ସମର୍ପଣ ହସ୍ତୋତ୍ତୋଳନ କରି ସମର୍ପଣ କରନ୍ତୁ We are going to pray together. ଆମେ ପ୍ରାର୍ଥନା କରିବାକୁ ମିଶିକି ପ୍ରାର୍ଥନା କରିବା Lift up your hands. ହାତ ଉଠାଇକି ପ୍ରାର୍ଥନା କରିବା Oh Lord, our heavenly Father, ହେ ଆମଙ୍କ ସ୍ୱର୍ଗସ୍ଥ ପିତା I pray for all your children who has lifted their hands up. ଯୋଉମାନେ ହସ୍ତୋତ୍ତୋଳନ କରି ସମସ୍ତଙ୍କ ପାଇଁ ପ୍ରାର୍ଥନା କରୁଅଛେ Lord, as they lift up their hands, they are testifying they surrender to you, Jesus. ପ୍ରଭୁ ସେମାନେ ପ୍ରଭୁ ହାତ ଉଠାଇବା ବେଳେ ସମର୍ପଣର ଭାବକୁ ଦେଖାଉଛନ୍ତି Whoever has surrendered themselves to Jesus, they didn't fail in their life, they had a victorious life. ଆଉ ପ୍ରଭୁ ଯୋଉମାନେ ତୁମଠାରେ ସମର୍ପଣ ହେଇଛନ୍ତି ସେମାନେ ଜୟଯୁକ୍ତ ଜୀବନ କାଟି ଅଛନ୍ତି Lord, I speak the same victory over these people in the name of Jesus. ପ୍ରଭୁ ଏଇ ସମାନ ଜୟକୁ ତାଙ୍କ ଜୀବନରେ ମୁଁ ଆଣୁଅଛେ They are not here to die, rather to live. ସେମାନେ ଏଠି ମରିବା ପାଇଁ ନୁହେଁ ମାତ୍ର ବଞ୍ଚିବା ପାଇଁ ଆସିଅଛନ୍ତି They are not here to suffer, rather to have a joyful life. ସେମାନେ ଏଠାରେ କଷ୍ଟ ଅନୁଭବ କରିବା ପାଇଁ ନୁହେଁ ମାତ୍ର ଆନନ୍ଦ ଅନୁଭବ ପାଇଁ ଆସିଅଛନ୍ତି I bless your children in the name of Jesus. ମୁଁ ଆପଣଙ୍କର ସନ୍ତାନମାନଙ୍କୁ ଆଶୀର୍ବାଦ କରୁଅଛେ May them receive the eternal life in Jesus Christ. ପ୍ରଭୁ ସେମାନେ ଅନନ୍ତ ଜୀବନ ପ୍ରାପ୍ତ କରନ୍ତୁ ଯୀଶୁ ନାମରେ May them have a glorious life in the name of Jesus. ସେମାନେ ଯୀଶୁଙ୍କ ନାମରେ ଅଦ୍ଭୁତ ଆଶୀର୍ବାଦକୁ ପାଆନ୍ତୁ I command all histories to be changed in the name of ସେମାନଙ୍କର Jesus. ଇତିହାସ ବଦଳି ଯାଉ I command new life upon them in the name of ତାଙ୍କ Jesus. ଜୀବନରେ ନୂଆ ଜୀବନ ଆସୁ In the name of Jesus. ଯୀଶୁଙ୍କ ନାମରେ In the name of Jesus. ଯୀଶୁଙ୍କ ନାମରେ New bodies, ନୂଆ ଶରୀର new lifestyles, ନୂଆ ଜୀବନ ଶୈଳୀ new peace, ନୂଆ ଶାନ୍ତି new joy, ନୂତନ ଆନନ୍ଦ new satisfaction in your life. ନୂତନ ସାଥିତ୍ୟ In the name of Jesus, I speak over your children. All glory and honor belongs to you, Jesus. ସମସ୍ତ ମହିମା ଗୌରବ ଆପଣଙ୍କର Bless and guide your children, Lord. ଆଉ ସମସ୍ତଙ୍କୁ ଆଶୀର୍ବାଦ କର ପିତା We praise you, God. ମୁଁ ଆପଣଙ୍କୁ ପ୍ରାର୍ଥନା କରୁଛୁ ପ୍ରଭୁ In Jesus' name, amen. ଯୀଶୁଙ୍କ ନାମରେ ଆମେନ୍ Can you put your hands together and give praise to Jesus? କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରିବା Hallelujah, hallelujah, hallelujah. No, celebrate the presence of Jesus. ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟକୁ ଆନନ୍ଦର ସହିତ ସ୍ୱୀକାର Celebrate the presence of Jesus. ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟକୁ ପ୍ରଶଂସା ସହିତ ଗ୍ରହଣ No, କରନ୍ତୁ shout and celebrate the presence ଜୋରରେ of Jesus. ଚିତ୍କାର କରି ଧନ୍ୟବାଦ କରନ୍ତୁ Bolo Yeshu Masih ki. ଜୟ Yes, lift up the name of Jesus. Bolo Yeshu Masih ki. ଜୟ